സന്തോഷമുള്ളവരും കരമർത്തി സ്തോത്രം ചെയ്യാം. ആമേൻ. എല്ലാവരും ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷം ദൈവം നമുക്ക് ദാനമായി തന്നു. കഷ്ടങ്ങളും പ്രതിസന്ധികളും ഒക്കെയും നമ്മൾ പലതും കണ്ടു. എന്നാൽ ദൈവം നമ്മെ കാക്കാനിടയായി. നമ്മൾ കടശ്യ മാസത്തിലേക്ക് എത്തിയിരിക്കുക. വർഷത്തെ നമ്മുടെ വചനദൂത കർത്താവ് നമുക്ക് തരുന്നത് ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഇത് ആമേൻ വിശുദ്ധിയെ തികയ്ക്കുന്ന ഒരു വർഷം. ഈ വർഷം മാത്രമല്ല, നമ്മുടെ ജീവിതാന്ത്യം വരെയും അങ്ങനെയായിരിക്കും. അതിനുള്ള ബന്ധത്തില് ആമേൻ സ്തോത്രം ഈ ഇന്നത്തെ ആമേൻ സ്തോത്രം ചെയ്യുന്നു. ബാക്കി വരുന്ന ആഴ്ച നമുക്ക് ഇതിനെ കുറിച്ച് ചിന്തിക്കണം. ആമേൻ. അതിനുള്ള ബന്ധത്തിൽ കഴിഞ്ഞ മാസങ്ങളൊക്കെ കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുക നമ്മോട്. ആമേൻ. അടുത്ത സ്ലൈഡ് ഒന്ന് പെട്ടെന്ന് കാണിച്ചാൽ ആമേൻ. ആദ്യത്തെ മാസം വിശുദ്ധിയെ തേക്കുന്ന വർഷം എന്നുള്ള ചിന്താ വിഷയത്തിൽ 2 കൊരിന്ത്യർ 7:1 കൂടി ഇടപെട്ടു. എന്നിട്ട് ആര് അവിടെ കയറത്തില്ല എന്ന് കർത്താവ് പറഞ്ഞ വചനങ്ങളെ നമ്മൾ കേട്ടു. വെളിപ്പാട് 21:8 എസ്കേൽ 36 പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് പ്രയാസമായിരിക്കാം, പക്ഷേ ഞാൻ തന്നെ, ദൈവം പറയാം, ഞാൻ തന്നെ ചെയ്യും. ഐ വിൽ ഡു ഇറ്റ്. അത് ജനുവരിയിൽ നമ്മൾ ചിന്തിച്ചു. അതിനുശേഷം അവൻ ഓരോ മാസം കടന്നുപോയപ്പോൾ ദൈവം ഓരോ പടികളെ വെളിപ്പെടുത്തി. വിശുദ്ധി നീ പ്രാപിക്കണേ, അവൻ ദൈവത്തെ നീ കാണണം. അവൻ സ്വപ്നം ദൈവത്തെ കണ്ടപ്പോൾ തന്റെ കുറവ് മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ കയ്യോ കഷ്ടം, ഇവർ കയ്യോ കഷ്ടം എന്ന് പറയും. നമ്മുടെ കുറവുകൾ പലപ്പോഴും കാണുകയില്ല. അവൻ ദൈവത്തെ കണ്ടാൽ മാത്രം പോരാ. മാർച്ചിൽ നമ്മൾ ചിന്തിച്ചു, അവൻ ദൈവത്തെ കണ്ടാൽ മാത്രം പോരാ, അവനെ ഡിസേൺ ചെയ്യണം. അവന്റെ ഭേദാഭേദങ്ങൾ, അവന്റെ മുഖഭാവങ്ങളെ തിരിച്ചറിയണം. എന്താ ദൈവത്തിന് നിന്നെ കണ്ട് സന്തോഷമാണോ, അവൻ നീ ചെയ്യുന്നതെല്ലാം തൃപ്തിയാണോ, അവന്റെ മുഖഭാവം നോക്കി തിരിച്ചറിയണം. എന്താ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, അവൻ സ്വരം ആ തിരിച്ചറിയുമ്പോൾ ദൈവത്തിന് ഇഷ്ടം നീ ചെയ്യണം. വിശുദ്ധിയെ തേക്കാൻ വേറെ കുറുക്കോഴിയൊന്നുമില്ല. ദൈവത്തിന് ഇഷ്ടം നീ ചെയ്യണമെങ്കിൽ നിനക്ക് വേണ്ടി വലിയൊരു കാര്യമാണ് ദൈവത്തിന്റെ കൃപ. ബൈബിൾ വായിക്കുമ്പോൾ അവൻ നോഹയെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കണം, നോഹയ്ക്ക് യഹോവയുടെ കൃപ. അതിനുശേഷമാണ് പറയുന്നത് നോഹ തന്റെ തലമുറയിൽ നിഷ്കളങ്കനും നീതിമാനും അവൻ ദൈവത്തോടുകൂടെ. കൃപയില്ലാതെ ഒരൊറ്റ വ്യക്തികൾ വിശുദ്ധിയെ തികക്കാൻ പറ്റുകയില്ല. അതിനുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പിന്നീട് ജൂണിൽ വന്നപ്പോൾ പറഞ്ഞു, അവൻ സ്വന്തം ആ കൃപ കിട്ടുമ്പോൾ അവൻ കൂടെ ദൈവം തരുന്നൊരു കാര്യമാണ് അവൻ സ്വന്തം ശക്തി. എന്റെ കൃപ നിനക്ക് മതി. കാരണം ഓർത്തോളം, നീ വിശുദ്ധിയെ തേക്കാൻ പോകുമ്പോൾ നിനക്ക് പരാജയം വരുത്താൻ പിശാച് ഇങ്ങനെ കൂടെ നിന്നെ താഴ്ത്തിട്ടുകൊണ്ടിരിക്കുക, അങ്ങനെ ഡിപ്രസ് ചെയ്യിക്കാന്നുള്ള അവന്റെ ആഗ്രഹം. നീ പിന്മാറണം. ഈ വിശുദ്ധിയുടെ യാത്രയിൽ മുമ്പോട്ട് പോകല്ലേ, എന്നെ കൊണ്ട് പറ്റത്തില്ല, നടക്കത്തില്ല. അവൻ അന്നേരമാണ് നീ കർത്താവിന്റെ ശക്തിയിലേക്ക് ചാരണം. അവൻ എന്റെ ശക്തി രാത്രി നിങ്ങളെ കൊണ്ട് പറ്റുന്ന സബലം തരും. അപ്പോൾ ആ ശക്തി കിട്ടണമെങ്കിൽ ശക്തി തരുന്നൊരു വ്യക്തിയാണ് ആരെന്നറിയാമോ? പരിശുദ്ധാത്മാവ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ സ്രോതസ്സിലേക്ക് നമ്മൾ വിശുദ്ധിയത്തേക്ക് വേറെ കുറുക്കോഴിയൊന്നുമില്ല കേട്ടോ. അവൻ അങ്ങനെ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കാൻ വരുമ്പോൾ പരിശുദ്ധാത്മാവിന് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കഠിന ഹൃദയം ഉള്ളിടത്ത് ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ കഠിന ഹൃദയം മാറ്റി അവൻ വിശുദ്ധിയത്തേക്ക് അപ്പോൾ നാം ഏൽപ്പിച്ചു കൊടുക്കണം. ആ കഠിന ഹൃദയത്തെ മാറ്റുന്നൊരു കാര്യമാണ് വചനം. ആ വചനം അത് നമ്മുടെ സെപ്റ്റംബർ മാസം വചനമാകുന്ന ആ ചുറ്റിയുണ്ട്. അതുകൊണ്ട് ഈ വചനം ഒന്ന് കേൾക്കണം. വചനം ധ്യാനിക്കണം. ഒരു പ്രശ്നം കേട്ടുന്നു, നീ ധ്യാനിച്ചു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ അത് ചൂണ്ടിക്കാണിക്കും. കല്ലായിട്ട് ഉള്ളതിനെ ഉടയ്ക്കും. നമുക്ക് രൂപാന്തരപ്പെടാൻ കഴിയും. അതിനുശേഷം ആ കല്ല് പോലുള്ള ഉള്ളത്തെ വചനം ഉടയ്ക്കുമ്പോൾ നമ്മൾ മാനസാന്തരപ്പെടണം. അതാണ് ഒക്ടോബർ നീ മാനസാന്തരപ്പെടണം, രൂപാന്തരപ്പെടണം, നിന്റെ ഹൃദയം ഉടയണം, നീ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് വന്നു. അതിനുശേഷം അവൻ നവംബറിൽ നമ്മൾ ചിന്തിക്കും, മാനസാന്തരപ്പെട്ടാൽ മാത്രം പോരാ, മാനസാന്തരപ്പെട്ട ആദ്യത്തെ അങ്ങനെ വരുമ്പോഴേ വിശുദ്ധിയിലേക്ക് മടങ്ങി നാഥന് ഇഷ്ടപ്പെടുന്ന വഴിയിലേക്ക് വരത്തുള്ളൂ. ഈ മാസം പരിശുദ്ധം എന്തിനത് ചെയ്യണം? അവന്റെ വരവ് അടുത്തു. അവൻ വാതിൽക്കലായി, അവന്റെ കാലുച്ച വാതിൽക്കൽ. നീ സമയം കളയാനോ അങ്ങും ഇങ്ങും നോക്കാനോ സമയമില്ല. പുറമോട്ട് തിരിഞ്ഞു നോക്കാനോ സമയമില്ല. പുറമോട്ട് തിരിഞ്ഞു നോക്കി അനേകരെ അറിയാമല്ലോ. തിരിഞ്ഞു നോക്കിയ ലോത്തിന്റെ ഭാര്യ എന്തായി തീർന്നു? നീ ഓടേണ്ടതോടിയില്ലെങ്കിൽ അവൻ സുഖം ചെയ്യുന്നു. പലപ്പോഴും ലോത്തിനെ പോലെ അവൻ സ്വന്തം കോംപ്രമൈസിലേക്ക് പോയി. നീ വിശുദ്ധി വിട്ടിട്ട് സ്വതം ഗോമറയിലൊക്കെ എല്ലാം ഓക്കെ, ഇതും ഓക്കെ, അതും ഓക്കെ, എല്ലാം ഓക്കെ എന്നോ നീ അറിയാതെ നാശത്തിലോട്ട് പോകുവാലോത്തെ. അവൻ നീ ഇറങ്ങി തിരിച്ചത് അബ്രഹാമിനോട് കൂടി നാട് വിട്ട് വീട് വിട്ട് നാമതയെ കൂട്ടം വിട്ട് അച്ഛനോട് ഞാനും ആരാധിക്കാൻ വരിക, എനിക്ക് ദൈവത്തെ കണ്ടാ മതി, ദൈവപ്രവൃത്തി മതി എന്ന് പറഞ്ഞവന് കനാനാട്ടി വന്നപ്പോ ഒത്തിരി സമ്പത്തും നന്മയും കിട്ടിക്കഴിഞ്ഞു. കൂട്ടായ്മ. ദൈവമക്കളെ, പ്രാർത്ഥനയും കൂട്ടായ്മയും ഉപേക്ഷയായിട്ട് വിചാരിക്കുന്നു. ബൈബിൾ പഠിപ്പിക്കും. അഭിപ്രായലേഖനം 10-ാം അധ്യായം അതായിരുന്നു ബാക്കി. ഈ മാസം ചിന്തിക്കും. അവൻ ഉപേക്ഷയായി വിചാരിക്കരുത്. ചിലർ ചെയ്തു വരുന്നത് പോലെ
ഇനി ചിലർ ഈ കൂട്ടായ്മയ്ക്ക് പോകുന്നത് എന്തിനാ? അവരുടെ ശക്തിയും അവരുടെ കഴിവും അവരെ കൂട്ടായ്മയ്ക്ക് പോകുന്നത് അതിനു വേണ്ടിയല്ല, പരസ്പരം പ്രബോധിപ്പിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാവിൽ ശക്തിപ്പെടുത്താൻ. കൂട്ടായ്മ അങ്ങോട്ടും കൊണ്ട് ചലഞ്ച് ചെയ്യുന്നതായിരിക്കണം, അങ്ങോട്ടും കൊണ്ട് ആത്മാവിൽ സംസാരിക്കണം, അവൻ സ്വന്തം ചെയ്യുന്ന പ്രബോധിപ്പിക്കണം, അവൻ ഇൻവോൾവ് ആകണം. എന്നിട്ട് ആരാധന കണ്ടിട്ട് പോകുന്ന പരിപാടിയല്ല ആരാധന. കൂട്ടായ്മ വരുമ്പോൾ അങ്ങോട്ടും കൊണ്ട് ചലഞ്ച് ചെയ്യാൻ സങ്കീർത്തനങ്ങളുണ്ട്, അവൻ ആത്മീയ ഗീതങ്ങളുണ്ട്, പ്രബോധനങ്ങളുണ്ട്, അവൻ ആക്റ്റീവ് ആയിരിക്കണം. അവൻ നമ്മുടെ ആരാധനകൾ. ഈ മാസം അതിനെ നമ്മൾ ചിന്തിച്ചിട്ട് എന്തുകൊണ്ട് കർത്താവ് എടുത്തു, സമയമില്ല, കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, എന്റെ ജനമോ രക്ഷിക്കപ്പെടുന്നില്ല എന്നൊരു വചനം പോലെ നമുക്ക് വരാനിടയാവില്ല. കാഹളം ധ്വനിക്കുമ്പോൾ ഓടി വന്ന് വാതിൽക്കൽ മുട്ടിയാൽ നീ കന്യകയായിരിക്കാം, വിശുദ്ധയായിരിക്കാം, കർത്താവിനെ സ്നേഹിക്കുന്ന പുള്ളിയൊക്കെ ആയിരിക്കാം. വാതിൽക്കപ്പെട്ടു കർത്താവേ ഞങ്ങൾ ഒരുങ്ങിയവരാണേ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ രാത്രി വിശുദ്ധിത്തേക്കാം. അവൻ സ്വന്തം ഈ മാസം നമുക്ക് ചിന്തിക്കണം. പുതിയ മാസം തുടങ്ങി, അവൻ ദൂത് കർത്താവ് വരികയാൽ, കർത്താവിന്റെ കാലൊച്ച വാതിൽക്കൽ കേൾക്കാൻ, വാതിൽക്കൽ മുട്ടുന്നത് കൊണ്ട് ഇന്ന് രാത്രി വിശുദ്ധിയെത്തിരിക്കണം. അവൻ ഇന്ന് നമ്മുടെ ദൈവത്തിനാണ് സംസാരിക്കുന്നത്. കർത്താവിന്റെ ദാസൻ മനോജ് ബ്രദറാണ്. അവൻ സ്വന്തം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ പോയിട്ട് വരെ ക്ഷണിക്കുന്നു. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. അവൻ പ്രാർത്ഥനയുടെ ദിവസത്തിലായിരിക്കുമ്പോൾ പ്രിയ I want to again thank God for this good opportunity, for this day that God has allowed, Lord, that it is only God that is allowing us to be here in this place, in this day. Though the weather could have been bad, but I want to thank God that we're all here praising God and trying to receive the Holy Spirit. ഇന്ന് രാത്രി ദിവസങ്ങളിൽ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് നമുക്ക് നൽകി തന്ന നല്ല അവസരം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പുറത്ത് വിവിധമായ കാലാവസ്ഥ ഉണ്ടായിരുന്നു, മഞ്ഞ് വീഴാമായിരുന്നു, നമുക്ക് വരാൻ സാധിക്കാതെ പോകാമായിരുന്നു. എന്നാൽ ദൈവം അതിനെ അനുവദിക്കാതെ ഇന്ന് രാത്രി അവനെ കൂട്ടിവരുത്തി. എന്തിന്? അവന്റെ സന്നിധിയിൽ, അവന്റെ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ ഇരിപ്പാൻ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I want to get to the message. The main reason I wanted to talk about this is because of what are the different things that I hear nowadays that has happened in all the religious churches that we see and notice around us. ഇന്ന് രാത്രി നിങ്ങളുമായി ചില വിഷയങ്ങൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചുറ്റുപാടും നാം കാണുന്ന അനേക അവൻ സ്വന്തം ചെയ്യുന്നു മതപരമായ സഭകളിൽ അനേക സഭകൾ നടക്കുന്ന വിഷയങ്ങൾ അവൻ സ്വന്തം അത് കാണുമ്പോൾ ചില കാര്യങ്ങൾ ദൈവസഭയിൽ നാം ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന അത്യന്താപേക്ഷിതമായി തോന്നിയത് കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി ഒരുമിച്ച് ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Also, I also heard that most of the problems comes from within the church. It's not the outsiders who are causing much problem, but it's actually happening, some things that are happening within us that is not allowing the power of God to come and settle among us. പ്രിയമുള്ളവരെ, സഭയ്ക്ക് പ്രതികൂലങ്ങൾ പല സ്ഥലങ്ങളിലുണ്ട്, നൈജീരിയയിലുണ്ട്, പലയിടത്തുമുണ്ട്. പക്ഷേ മിക്കവാറും സ്ഥലങ്ങളിൽ ദൈവവേലയ്ക്ക് തടസ്സമായി തീരുന്നത് പുറമേ നിന്നുള്ള മനുഷ്യരുടെ ആക്രമണമല്ല, അകമേ ദൈവമക്കൾ, ദൈവസഭയിലെ അംഗങ്ങൾ എന്ന് പറയുന്നവരുടെ മധ്യത്തിലെ പ്രതിസന്ധികളാണ്. അവൻ ദൈവസഭ വളരുവാൻ തടസ്സമായി, ദൈവനാമം ഉയരുവാൻ തടസ്സമായി നിൽക്കുന്നതെന്ന് നമ്മൾ സൂക്ഷിച്ചു നോക്കി മനസ്സിലാക്കാൻ കഴിയും. One of the things is denying the existence and the power of the Holy Spirit. അവർ ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഗൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രസംഗിക്കുകയും വാഗൊണ്ട് വചനം പഠിപ്പിക്കുകയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ പ്രവൃത്തിയാൽ നിരാകരിക്കുകയും ചെയ്യുന്ന മനുഷ്യർ. So we know as children of God, as we have been redeemed and separated for the reason to glorify God and to continue to have the Holy Spirit work within us. പ്രിയമുള്ളവരെ, നമുക്ക് ഓരോരുത്തർക്കും അറിയാം എന്തിനാണ് ദൈവം എന്നെയും നിങ്ങളെയും ദൈവമക്കളായത് ആക്കിയത്. അവൻ സ്വന്തം വിശുദ്ധിയിലേക്ക് വരുവാൻ, അവന്റെ വചനത്തെ, സത്യവചനത്തെ തിരിച്ചറിയാൻ, കർത്താവിന്റെ വഴികളെ അറിഞ്ഞ് അവന്റെ കൽപ്പനകളെ പ്രമാണിപ്പാൻ, അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ ജീവിക്കാനാണ് അവൻ നാം ഓരോരുത്തരും വിശ്വാസികളായത്. ഇല്ലെങ്കിൽ യേശുവിന്റെ പുറകെ നടന്നവരും
തന്റെ പുറകെ വിശ്വാസത്തിന് പോയത് മറ്റൊന്നിനുമല്ല, അവൻ കർത്താവിന്റെ പാതയിൽ നടക്കാൻ, വചനം അനുസരിക്കാനൊപ്പം പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ, പരിശുദ്ധാത്മാവിന്റെ നിറവിൻ ജീവിതം ആസ്വദിപ്പാൻ, അത് അനുഭവിപ്പാൻ, അതിൽ ജീവിപ്പാൻ. Most of the church in this world would agree that Holy Spirit is also considered as God. മിക്കവാറും എല്ലാ സഭകളും അംഗീകരിക്കുന്ന ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവ് തത്തുല്യമായ ദൈവമാണെന്ന് നാം വിശ്വസിക്കുന്നു. ത്രിയേകത, പിതാവാകും ദൈവം, പുത്രനാകും ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. അവൻ പരിശുദ്ധാത്മാവ് ദൈവ പദവി അവൻ മിക്കവരും എല്ലാ ചർച്ചകളും കൊടുത്ത് ആദരിക്കുന്ന സഭകളാണ്. So in Hebrews chapter 9 verse 14, we read, "For by the power of the eternal Spirit, Christ offered himself to God as a perfect sacrifice for our sins." അങ്ങനെ നാം വായിക്കുമ്പോൾ എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തില് നാം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച് ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ശ്രദ്ധിക്കണേ, നമ്മുടെ ഈ പരിശുദ്ധാത്മാവ് ഇതൊന്നും ഞാൻ ബ്രദറോട് പറഞ്ഞില്ല. പരിശുദ്ധാത്മാവ് കൊണ്ടുവന്ന ചിന്ത എക്സാക്ട്ലി റൈറ്റ് ആണ്. ശ്രദ്ധിക്കണം, അവിടെ പറയുക നിത്യാത്മാവ്. ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റേണൽ എന്നാണ് പറയുന്നത്. നിത്യനായിട്ട് വേറെ ഒന്നുമില്ല. നിത്യാത്മാവെന്ന് വിളിക്കണമെങ്കിൽ ആ വ്യക്തി ദൈവമായിരിക്കണം. അപ്പോൾ നോക്കണം, നിത്യാത്മാവിനാൽ ഗോഡ് സ്പിരിറ്റ്, അത് നിത്യാത്മാവിനാൽ എന്ത് ചെയ്തു? ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. അപ്പൊ നമ്മുടെ കർത്താവ് പോലും പൂർണ്ണ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന പൂർണ്ണദൈവമായ കർത്താവ് അവൻ ദൈവത്തിന് വിശുദ്ധനായി അർപ്പിച്ചത് എങ്ങനെയാണെന്ന് പറയുന്നത് നിത്യാത്മാവിന്റെ സഹായത്താൽ. ഇവിടെ നമ്മൾ ചിന്തിച്ചു, അവൻ നിനക്ക് വിശുദ്ധിയിൽ മുന്നേറണമെങ്കിൽ നീ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കണം. കഠിന ഹൃദയം പലപ്പോഴും നിന്നെ അനുവദിക്കത്തില്ല. അപ്പൊ നിത്യാത്മാവിനാല് അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ നിർജീവ മനസാക്ഷികളെ, അവരുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പൊ നിത്യാത്മാവിന്റെ പ്രവൃത്തി നിന്നെ ശുദ്ധീകരിക്കുന്ന പ്രവൃത്തി. From the very beginning we know, like let's say when we talk about Genesis chapter 1 verse 2, and the Spirit of the God was hovering over the surface of the water. Amen. Therefore we know the Holy Spirit is the Creator. Amen. പ്രിയമുള്ളവരെ, ആരംഭം മുതൽ, ഉൽപ്പത്തി മുതൽ നിങ്ങൾക്കറിയാം, ആദിയിൽ ദൈവം ആകാശവും ഭൂമി ഉണ്ടാക്കി. ഭൂമി പാഴായും ശൂന്യമായി ഇരുന്നു എന്ന് പറയുന്നത് became, അത് ആയി തീർന്നു. എന്നാൽ ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, വെള്ളമുണ്ട്, പക്ഷെ ജീവനില്ല. അവൻ സ്വന്തം വെള്ളമുണ്ട്, ജീവനില്ല. അവിടെ നിങ്ങൾ കാണുന്നു നിത്യനായ ആത്മാവിന്റെ പ്രവർത്തനം. ബൈബിളും പഠിപ്പിക്കുന്നു ദൈവം ആത്മാവാകുന്നു, അല്ലേ? നോക്കണം, നിത്യനായ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ ഹോവർ ചെയ്തു, പരിവർത്തിക്കുമ്പോൾ നടക്കുകയാണ്. അവൻ സ്വന്തം ചെയ്യുന്നു സൃഷ്ടിപ്പ്, ക്രിയേഷൻ. വെളിച്ചമുണ്ടാകട്ടെ, ഡാർക്ക്നെസ് പോകുക. അപ്പം നിത്യനായ ആത്മാവിന്റെ പ്രവൃത്തി അത്ഭുതാവഹമാണ്. So the Spirit of the Lord is also referred to Spirit of God, just as Jesus is also called Son of God. ആമേൻ. നിങ്ങൾക്കറിയാം, ദൈവത്തിന്റെ ആത്മാവിനെ ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് എന്ന് പറയപ്പെടുന്നു. അവൻ പുത്രനാം ദൈവത്തെ അവൻ ദൈവോത്തം എന്ന് പറയപ്പെടുന്നത് പോലെ. And now we look at Jesus' birth. So Matthew chapter 1 verse 20, when Joseph is confronted. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാം, ഈശോനാഥന്റെ ജനനം വരുന്നല്ലോ. ഈ ലോകമൊക്കെ ക്രിസ്തുമസായി കൊണ്ടാടുന്ന ഒരു മാസമാണല്ലോ ഡിസംബർ. എന്റെ നാഥൻ അപ്പളാ ജനിച്ചെന്ന് യാതൊരു അടയാളവും തെളിവില്ല, പക്ഷേ അവൻ കൊണ്ടാടുന്ന ഒരു സമയമാണല്ലോ. അവൻ അവിടെ നിങ്ങൾ നോക്കുമ്പോൾ മത്തായി സുവിശേഷം 1:20 അവൻ യോസഫ് മറിയ ഉപേക്ഷിക്കാനൊക്കെ വിചാരിച്ച് തീരുമാനിക്കുന്ന സമയത്തില് ഒരു കൺഫർമേഷൻ ദൈവത്തിന്റെ ദൂതൻ കൊടുക്കുകയാണ്. മറിയ എങ്ങനെയാണ് ഗർഭവതിയായത്? So it says, Joseph, son of David, do not be afraid to take Mary home as your wife, because what is conceived in her is from the Holy Spirit. ആമേൻ. അവിടെ പറയുകയാണ് ദൂതൻ യോസഫിനോട്, യോസഫേ, നിന്റെ ഭാര്യയായിരിക്കുന്ന അവൻ മറിയത്തെ ചേർത്തുകൊള്ളുക, നീ ശങ്കിക്കേണ്ട. കാരണം അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് ആരാലാണ്? പരിശുദ്ധാത്മാവിനാലാണ്. നിങ്ങൾ ആ കോറിലേഷൻ നോക്കണം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ ആ ബന്ധങ്ങൾ ശ്രദ്ധിക്കണം.
So the Holy Spirit is literally responsible for forming the body of Jesus Christ inside Mary's womb. അവൻ ഒരു മനുഷ്യ സ്ത്രീയായ, നമ്മൾക്കറിയാം ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ എന്നൊക്കെ കത്തോലിക്ക ചർച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ പറയുമ്പോൾ അവൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഡോക്ടർ ഷെറികടിച്ച് അത് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ യേശുവിനെ സംബന്ധിച്ചല്ല. അവൻ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് മറിയം ജനിച്ചതും പാപമില്ലാതാണെന്ന് പഠിപ്പിക്കാനായിട്ടാണ് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ കൊള്ളുന്നത്. അങ്ങനെയല്ല. അവൻ സാധാ മേരി ഒരു കന്യകയായ മേരി, എത്രയോ കന്യകമാര് ഉണ്ടായിരുന്നു, പക്ഷെ അവളൊരു മേരിയെ ഉറപ്പാക്കി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൾ സമർപ്പിച്ചു കൊടുത്തു, ദൈവത്തിന്റെ ഇഷ്ടത്തിന് സമർപ്പിച്ചു കൊടുത്തു. അതാ പിറക്കള് അവൻ ഈ ലോകത്തിന്റെ രക്ഷകത. അവൻ ഈശോയുടെ അമ്മയെ ഞാൻ ബഹുമാനിക്കാനും സ്നേഹിക്കാനും കാരണം അവൻ ലോകോപബോധം വരും, പ്രശ്നമാകും, എല്ലാം കുത്തുമറിയുമെന്ന് അറിഞ്ഞിട്ടും ജീവിതം കോഞ്ഞാട്ടയാകുമെന്ന് അറിഞ്ഞിട്ടും വിവാഹ നിശ്ചയം ചെയ്തവളാ. എക്സ്പ്ലനേഷൻ കൊടുക്കാൻ എങ്ങനെ കഴിയും, അവളെ കൊണ്ട് പറ്റത്തില്ലെന്ന് അറിഞ്ഞിട്ടും ഇതാ അടിയൻ കർത്താവിന്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ ഇന്ന് നീ മനുഷ്യനെ പ്രസാദിപ്പിക്കുമോ അതോ ദൈവത്തിന്റെ ഇഷ്ടത്തെ പ്രസാദിപ്പിക്കുമോ? അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ പരിശുദ്ധാത്മാവിലേക്ക് വന്നിട്ട് അവിടെ ഉദരത്തിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ല, പുരുഷന്റെ ബീജമില്ല. ഹോളി സ്പിരിറ്റ് തന്നെ ഈശോനാഥനെ അവിടെ ഉദരത്തിൽ ആ ക്രിസ്മസ് എന്ന് പറഞ്ഞ ലോകത്തിൽ കൊണ്ടാടുന്ന ഒരു കാര്യം എന്താണ്? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. ഇന്നു രാത്രി വചനം കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഏൽപ്പിച്ചു കൊടുത്താൽ ഇന്നു രാത്രി നിന്റെ മേൽ ആവസിക്കാൻ ഈ പരിശുദ്ധാത്മാവിനെ. Now we also see how Jesus is moved by the power of the Holy Spirit during his baptism. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കാം, മറിയത്തിന്റെ ജന്മം കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിയില്ല. ഈശോ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കും നിങ്ങൾ ശ്രദ്ധിക്കാം. അതുകൊണ്ടാണ് നമുക്ക് നോക്കാനുള്ളത് ഈശോയെ. അവൻ എങ്ങനെ ജീവിച്ചു. ഈശോ ഈ ഭൂമിയിൽ തന്റെ പരസ്യ ശുശ്രൂഷയിലേക്ക് ആരംഭമായി നടന്നു വരുമ്പോൾ 30-ാം വയസ്സ് വരെ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഡിസ്കഷനിലെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ പറഞ്ഞു, നീ എത്ര വലിയ ദൈവം തമ്പുരാന്റെ മോനാണേലും അവൻ സ്വന്തം അമ്മയപ്പന്മാർക്ക് എന്ത് ചെയ്യണം? എത്രാം വയസ്സ് വരെ കീഴടങ്ങിയിരുന്നു? സാക്ഷാൽ ദൈവമായവൻ, സാക്ഷാൽ പൂർണ്ണ ദൈവമായവൻ. അപ്പോൾ കുഞ്ഞുങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം പഠിപ്പിക്കുന്ന ഒരു സഭ പറയണം. കുഞ്ഞുങ്ങൾ 30-ാമത്തെ വയസ്സിൽ 18 കഴിയുമ്പോൾ അപ്പന്റെ ഉപദേശം വേണം ഓടുന്നു പഠിപ്പിക്കുന്ന ഒരു രാജ്യത്തിലാണ് ഇവിടെ. 30-ാം വയസ്സ് വരെ അപ്പൻ കീഴടങ്ങി ജീവിച്ചു മാത്രമല്ല, കൽപ്പനകളെയും ദൈവ ഇഷ്ടത്തെയും അനുസരിപ്പാൻ അവൻ ആ യോഹന്നാന്റെ കൈക്കീഴിൽ, തന്റെ സൃഷ്ടിയായ യോഹന്നാന്റെ കൈക്കീഴിൽ മാമോദിസ അവൻ താൻ ഏൽക്കാൻ തന്നെ കീഴ്പ്പെടുത്തുമ്പോൾ അവൻ അവിടെ നമുക്ക് കാണാം പരിശുദ്ധാത്മാവിന്റെ ഒരു ആവാസം. He received the baptism with the Holy Spirit. ആ സ്നാനപ്പെട്ട് ബൈബിൾ പറയുമ്പോൾ കത്തോലിക്ക ബൈബിൾ ക്ലിയർ, വെള്ളത്തിൽ നിന്ന് പൊങ്ങിയ ഉടനെ നിങ്ങൾ പള്ളിയിലൊക്കെ കണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം കോരി ഒഴിക്കുന്ന തെറ്റാ. നിങ്ങൾ വായിക്കണം, ബൈബിൾ പറയുന്നു സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങിയ ഉടനെ നീ മുങ്ങി തന്നെ സ്നാനപ്പെട്ടു. ഈശോനാഥൻ മുങ്ങി തന്നെ സ്നാനപ്പെട്ട് അവൻ, കാരണം അതിന് മർമ്മങ്ങളുണ്ട്. വെള്ളത്തിൽ നിന്ന് പൊങ്ങിയ ഉടനെ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേലേക്ക് ഇറങ്ങി. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചു. And right away there was attack on the baptism of the Holy Spirit that we see for Jesus, that he was sent into the wilderness, and once he came out of the temptation victorious, then he returned with the full power of the Holy Spirit. ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങൾക്ക് മർമ്മങ്ങൾ ഈശോയെ നോക്കിയാൽ നിൽക്കും എനിക്ക് പഠിക്കാനുണ്ട്. പലരുടെയും ചിന്ത, ഞാൻ കർത്താവിൽ രക്ഷിക്കപ്പെട്ടു, ഞാൻ മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ജീവിതം പട്ടുമെത്തയ കർത്താവ് വിടുമെന്ന് എല്ലാം ഉറക്കുകയും ചെയ്യുന്ന. അങ്ങനെയല്ല. ഈശോനാഥനെ നോക്ക്, അവൻ മാമോദിസ ഏറ്റു കഴിഞ്ഞ ഉടനെ പരിശുദ്ധാത്മാവാണ് അവനെ നയിക്കുന്നത്. അല്ലേ? മനുഷ്യനല്ല നയിക്കുന്നത്, സ്വന്തം ബുദ്ധിയല്ല നയിക്കുന്നത്. പരിശുദ്ധാത്മാവൻ എങ്ങോട്ട് നയിച്ചു? മരുഭൂമിയിലേക്ക്. നിന്റെ ജീവിതത്തെ ചില മരുഭൂമിയുടെ അവസ്ഥകളിൽ കൂടി കർത്താവിനെ അറിഞ്ഞ ശേഷവും നിന്നെ നടത്തും. ഇട്ടയച്ചു പറയണം, അവിടെ പോയപ്പോൾ നോക്കണം, അവന്റെ മേലുള്ള ആത്മശക്തിയുള്ള അറ്റാക്കുമായി ഡെവിൾ വരിക. ദൈവത്തോടുകൂടി അവൻ ചില നാളുകൾ ചെലവഴിച്ച ശേഷം പിശാച് ശക്തിയോട് എന്തുവാ അവൻ വിശുദ്ധിയിൽ നമ്മെ വലിച്ചിടുവാൻ, അവനെ തകർക്കാൻ തക്കവണമായിട്ട് തന്ത്രങ്ങളുമായി പിശാച് കൂടി വന്ന് നിങ്ങൾക്കറിയാം പരീക്ഷയെ കുറിച്ച്. പക്ഷേ അവൻ എങ്ങനെ
അവൻ ആത്മാവിനാൽ നടന്നവനായതുകൊണ്ട് വചനത്താൽ ആരെ ജയിച്ചു? ജയിച്ചു കഴിഞ്ഞപ്പോൾ ദൂതന്മാർ അവനെ ശുശ്രൂഷിക്കാമെന്ന് മാത്രമല്ല, ആത്മാവിന്റെ നിറവോടുകൂടി അവൻ എങ്ങോട്ട് മടങ്ങി? ഗലീലയിലേക്ക് മടങ്ങി. നോക്കി, ഈശോയുടെ ജീവിതം, ഈശോയുടെ ശുശ്രൂഷ, ഈശോയുടെ ഗൈഡൻസ് ഹോളി സ്പിരിറ്റിനാൽ ആയിരുന്നെങ്കിൽ ഇന്ന് അവൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പെന്തക്കോസ്തുകാരെ നിർത്താ പറച്ചില് അതുകൊണ്ട് എന്തുകൊണ്ട് ബന്ധം? അവൻ പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് വാ, പരിശുദ്ധാത്മാവിനാൽ നീ നടക്ക്. അവൻ ഈശോനാഥനെ നോക്ക്, അവൻ ആത്മാവിന്റെ നിറവോടുകൂടി എങ്ങോട്ട് വന്നു? അവൻ ഗലീലയിലേക്ക് മടങ്ങി. ദൈവമക്കളുടെ ജീവിതം പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിന്റെ നിറവിലായിരിക്കണം. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കണം. മനുഷ്യകരം ഒരു കാര്യങ്ങളിലും കേറി വീശാനിടയാകലെന്ന് ദൈവപ്രവൃത്തിയെ നശിപ്പിക്കും. പരിശുദ്ധാത്മാവിനാൽ ഈശോ നയിക്കപ്പെട്ടു. Jesus' ministry, to be summed up, is actually a Holy Spirit ministry. For 3.5 years, he did nothing other than what the Holy Spirit, the power of the Holy Spirit made him do. പ്രിയമുള്ളവർ, ഈശോനാഥന്റെ 3.5 വർഷക്കാലത്തെ പരശുശ്രൂഷയെ നിങ്ങൾ ആകപ്പാരെ പഠിച്ചാൽ മനസ്സിലാകും. ആത്മാവിന് നടത്തിലുള്ള ഒരു ശുശ്രൂഷ, പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ശുശ്രൂഷ. ആത്മാവാകും ദൈവം പറയാത്തൊരൊറ്റ കാര്യം പോലും, പിതാവിൽ നിന്ന് കേൾക്കാത്ത ഒറ്റ കാര്യം പോലും. ഒരു കാര്യം ഓർത്തോണം, വചനം, വചനം വിരചിതമായത് ആരാല? പരിശുദ്ധാത്മാവാണ് ലേഖകൻ, മർദ്ദപോകട്ടെ. അവൻ പരിശുദ്ധാത്മാവാണ് എഴുത്തുകാരൻ. നിങ്ങൾ പറയുന്നെങ്കിൽ അവൻ സ്വന്തം വചനമാകുന്ന പുത്രനെ അവൻ സ്വന്തം രൂപ നയിച്ചത് അവൻ പരിശുദ്ധി ആത്മാവ തന്റെ ശുശ്രൂഷയെ ആത്മ നിറവിൽ ശുശ്രൂഷയായിരുന്നു. Holy Spirit kept on preserving Jesus' earthly body as a perfect example of a holy lamb ready for sacrifice. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ ഊനമില്ലാത്ത കുഞ്ഞാടിനെ പോലെ ഓർക്കണം. പെസഹ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഊനമില്ലാത്ത ആടിനെ എടുക്കണം, അറുക്കണം. ആ രക്തം കട്ടളക്കാൽമേലും കുറുമ്പടിമേലും പുരട്ടിയാലേ സംഹാരദൂതന് ഒഴിഞ്ഞുമാറിപ്പോകത്തുള്ളൂ. മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പരിശുദ്ധ റൂഹയാം ദൈവം പുത്രനാം ദൈവത്തെ പരിശുദ്ധാത്മാവിൽ കാത്തു, പരിശുദ്ധാത്മാവാൽ പൊതിഞ്ഞു. തീർന്നില്ല, പരിശുദ്ധാത്മാവാൽ നടത്തുവാനിടയായിത്തീർന്നു. So again, we notice how Holy Spirit was also responsible in raising him from the dead. നിങ്ങൾ നോക്കണം, അവിടെ കൊണ്ട് പരിശോധന നിൽക്കുന്ന ഈശോ മരിക്കണം. കാരണം പാപത്തിന്റെ ശമ്പളം എന്താണ്? എന്തിനാണ് ഈശോയ്ക്ക് മാനവജന്മം എടുക്കേണ്ടത്? കാരണം ദൈവത്തിന്റെ നീതി നിവർത്തിക്കപ്പെടണം. ദൈവത്തിന് ഒരിക്കലും മരിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് പൂർണ്ണ മനുഷ്യനായി മരിക്കണം. മരിച്ചാലേ എന്റെ പാപത്തിന്റെ പരിഹാരം, എന്നെ രക്ഷിക്കാൻ സാധിക്കൂ. അവൻ മരിച്ചു, കംപ്ലീറ്റ് ആയി ഡെഡായി. അല്ലാതെ കുറച്ച് ജീവൻ അവിടെ കിടന്നിട്ട് ഈശോ എടുത്തതല്ല, കംപ്ലീറ്റ്ലി അവൻ മരിച്ചു. ഈശോ ഉയർപ്പിച്ചതാരെന്നറിയാമോ? അവന്റെ പരിശുദ്ധാത്മാവ് അവൻ നിങ്ങളിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തി അവനിലും വ്യാപരിപ്പിച്ച് അവനെ മരിച്ചപ്പോ, ഇതൊക്കെ മർമ്മങ്ങൾ അവിടെ കണ്ടിട്ട് നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തിലോ നിങ്ങളുടെ പ്ലാനിലോ ദൈവത്തിന്റെ ഈ പ്ലാനിനെ തിരിച്ചറിയാൻ നിങ്ങൾ കൺഫ്യൂസ് ആയി പോകും. അതെല്ലാം പെർഫെക്റ്റ് ആയി പിശാചിനെ എവിടെയും പിടിച്ചിട്ട് ഒരു റോങ്ങും ദൈവത്തിനെതിരെ പറയാൻ കഴിയാതെ വണ്ണം മരിച്ച് ഈശോയെ ആത്മശക്തിയോടെ അവൻ എന്ത് ചെയ്തു? ഇതൊക്കെ മർമ്മങ്ങളിൽ പഠിച്ചാൽ അവൻ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നല്ല അടിസ്ഥാനം ഉണ്ടാകാൻ ഇടയായിട്ടുണ്ട്. അടുത്തത് വായിക്കണം. Everything in this Bible that we read about, the prophets that wrote about what God wants and the holy men who lived a holy life, it's all done by the move and the power of the Holy Spirit that was provided for them. പ്രിയമുള്ളവരെ, ദൈവവചനം അങ്ങനെ നിങ്ങൾ പഠിച്ചാൽ, ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ പഠിക്കുന്ന ഓരോ വിശുദ്ധന്മാരെയും എടുത്ത് പഠിച്ചാൽ, അവർ എങ്ങനെ വിശുദ്ധ ജീവിതം നയിച്ചു, എങ്ങനെ പ്രവാചകന്മാരായിരുന്നു, എങ്ങനെ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടു എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വന്നു, ദൈവത്തിന്റെ ആത്മാവ് അവരെ നടത്തി, ദൈവത്തിന്റെ ആത്മാവ് അവർ കൂടി പ്രവർത്തിച്ചു എന്ന് നിങ്ങൾ കാണാൻ കഴിയും. And the greatest plan, the redemption of the sinful humanity, set in place by Father and Son from the beginning of time, is put into action by the Holy Spirit. പ്രിയമുള്ളവരെ, അതുപോലെ മാനവജാതിയുടെ സമ്പൂർണമായ വീണ്ടെടുപ്പ്. എഫെസ്യർ ലേഖനം പഠിക്കണം. ഈ മർമ്മം പൗലോസിന് ദൈവം വെളിപ്പെടുത്തി. അവൻ എന്താ ദൈവത്തിന്റെ പ്ലാന്? സകലത്തെയും, ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തെയും ക്രിസ്തുവിൽ കൂടി ദൈവത്തിൽ വണ്ണാക്കുക എന്നുള്ള ദൈവത്തിന്റെ ഡിവൈൻ പ്ലാൻ, കാലസമ്പൂർണ്ണതയുടെ പ്ലാൻ. അപ്പോൾ നമ്മൾ ജാതികളായി പുറന്തള്ളപ്പെട്ട് കിടന്നിരുന്നു.
എന്നാൽ ജാതികൾക്കും അവൻ സ്വന്തം ക്രിസ്തുവിനോടുകൂടി അവകാശം ദൈവഭവനത്തിൽ കൊടുക്കാം. ദൈവത്തിന്റെ വലിയ പദ്ധതി അത് പൗലോസിന് വെളിപ്പെട്ടു. അതുകൊണ്ട് അവൻ ജാതികളുടെ അപ്പോസ്തലനായി മാറി. നോക്കൂ, ഇതിലെല്ലാം പ്രവർത്തിച്ചത് പിതാവിന്റെയും പുത്രന്റെയും പദ്ധതിയായിരുന്നു. അവൻ ഇതെല്ലാം നടത്തുന്നത്. എങ്കിലും അത് പ്രാവർത്തി പദത്തിലേക്ക് എത്തിച്ചത് ആരാന്നറിയാമോ? കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഈശോ വന്ന് പരിശീലിച്ചോടുന്നത് 12 ശിഷ്യന്മാരൊക്കെ പിടിക്കുമ്പോൾ ഈ ശിഷ്യന്മാർ വീണ്ടും വീണ്ടും കഴിഞ്ഞാൽ ആഴ്ച ചെയ്ത് ചുറ്റേച്ചു പോവാ, കണ്ടു വീണ്ടും മീൻ പിടിക്കാൻ പോവാ. അവിടെ അറബിയ. പിന്നെ എങ്ങനെയാണ് ദൈവത്തിന്റെ ആ പ്രവൃത്തിയ പദ്ധതി ഇന്ന് ഭൂമിയിൽ സഭയിലേക്ക് വ്യാപരിപ്പിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് ദിനം വന്നവരുടെ മേൽ ആവസിച്ച് അവൻ സത്യത്തിലും ന്യായത്തിലും അവൻ ചോദ്യം ചെയ്യുന്നു. അവരെ നടത്തിയത് കൊണ്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി സഭയെ ഒരുമിപ്പിച്ച് നിർത്തിയത് കൊണ്ട് ഇന്നും എത്രയോ വർഷം 2000 വർഷം കഴിഞ്ഞിട്ടും ഇന്നും സഭ നിലനിൽക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൊന്നിട്ടല്ല, കൊല വിളിച്ചിട്ടല്ല, അവൻ പാരമ്പര്യം കൂട്ടായി നിന്നതുകൊണ്ടല്ല, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതുകൊണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ വിട്ടിട്ട് ചടങ്ങിന്റെ ആരാധനയ്ക്ക് പോയവരൊക്കെയും അവൻ അമ്പലം നിൽക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് വളരെ മാറി ആ ലക്ഷ്യം തെറ്റി നിൽക്കുമ്പോൾ അവൾ ചിന്തിക്കുന്നത് അവിടെ അപ്പോസ്തോലികമായ സഭയെന്ന ഇല്ല. അപ്പോസ്തോലികമായ സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാ. അപ്പോസ്തോലികത്തെക്കാൾ ഉപരി പരിശുദ്ധാത്മാവിനെ നീ അനുസരിച്ച് നടക്കുക. ദൈവാത്മാവിനെ തന്നത് സഭയെ പരിപാലിക്കാൻ. ദൈവാത്മാവിനെ വിട്ട് നീ പാരമ്പര്യങ്ങളെ, അതല്ല സത്യപാരമ്പര്യം. ഈശോ പറയുന്നത്, പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ പാരമ്പര്യം നീ പിൻപറ്റണം. അതിന് പരിശുദ്ധാത്മാവിനാണ് ക്രിസ്തുവിന്റെ പാരമ്പര്യം ഓർത്തോണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടാൽ മാത്രമേ ദൈവത്തിന് ഹിതത്തിൽ നിൽക്കാൻ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും കഴിയൂ. In our lives also we have seen how Holy Spirit regenerates us in Christ. In this that we know that Holy Spirit allows even the bride of Christ, a church like us, can be formed and flourish to spread the gospel. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവ് എല്ലാം നിങ്ങളുടെ എത്രമാത്രം പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിക്കണം. അവൻ ഈ ആത്മാവ് പ്രവർത്തിക്കാതെ നിന്നിൽ മാനസാന്തരം ഉണ്ടാകുകയില്ല, നിന്നിൽ രൂപാന്തരം ഉണ്ടാകുകയില്ല. ഈ പരിശുദ്ധാത്മാവ് നിന്നെ കുറിച്ച് ബോധം, അതായത് ഈശോ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? പോകാൻ ഞാൻ ആര് വരത്തില്ല? പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ, ഹെൽപ്പർ, പാരാക്ലീറ്റ്, ഹെൽപ്പർ. അവൻ സ്വന്തം എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടത്, എന്നേക്കും നിങ്ങളോട്. ഞാൻ ചോദിച്ച് അയച്ചു തരാം. ഇന്ന് രാത്രി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത്, നിങ്ങളെ കൊണ്ട് പറ്റാത്തത്, ശിഷ്യന്മാർക്ക് അപ്പോസ്തലന്മാർക്ക് പറ്റത്തില്ലേ? പൗലോസിനെ നോക്കണം. ഈ അപ്പോസ്തലൻ പത്രോസ് മുഖഭേദം കാണിച്ചപ്പം ചാടുന്ന പറഞ്ഞു, ശിമോനെ നീ കാണിക്കുന്നത് ശരിയല്ലടാ എന്ന് പറഞ്ഞു. ആരാ? പൗലോസ്. ആത്മനിറവിൽ അവൻ സ്വതക്ഷി നോക്കണം. ഏത് അപ്പോസ്തലനും തെറ്റാം. അതുകൊണ്ടാ പൗലോസ് ഞങ്ങൾ പഠിപ്പിച്ച സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് ഞങ്ങളാകട്ടെ സ്വർഗത്തിലെ ദൂതം അറിയിച്ച ശപിക്കപ്പെട്ടു. നോക്കണം, അപ്പോസ്തലന്മാർക്കെല്ലാം തെറ്റുപറ്റിയല്ലേ? എന്നാൽ അവരെ സത്യത്തിൽ നിർത്തി എന്താണെന്നറിയാം? പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വാസിയെ നിന്നിലും അവൻ രൂപാന്തരം വരുത്തുന്ന എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ്. നീ വീഴുമ്പോൾ നിനക്ക് കുറ്റബോധം കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവ്. യേശു പറഞ്ഞു, അവൻ വന്നാൽ സത്യത്തിലും അവൻ സുരക്ഷയിലും നീതിയിൽ നടത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും അവൻ എപ്പോഴാ ഞാനും നിങ്ങൾ മാനസാന്തരപ്പെടുന്ന പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുമ്പോൾ, നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ബോധമുണ്ടാകുമ്പോൾ മാനസാന്തരപ്പെട്ട് തിരിയും. ഇന്ന് സഭയെ നയിപ്പാൻ എന്നെയും നിങ്ങളെ നിർത്താൻ ഈ പരിശുദ്ധാത്മാവിനെ കഴിയും. I want to talk about my mom. She used to tell me about when she was growing up and how the life of most people was rather difficult, and dependency on God was at a different level, much different than what we see now. And they really wanted to experience a supernatural move of God through the power of Holy Spirit. അവൻ ഞങ്ങളുടെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, ഓരോ വ്യക്തികളുടെയും ജീവിതത്തില് അവൻ സ്വന്തം ചെയ്യുന്നു ദൈവാത്മാവിന്റെ പ്രവർത്തനവും. അവൻ സ്വന്തം അവരുടേതായ പ്രതിസന്ധികൾ, അവർക്ക് വേണ്ടുന്ന സഹായം വ്യത്യസ്തമാണ്. അവൻ അവിടെ എങ്ങനെ ദൈവത്തിന്റെ കരം ഓരോരുത്തരെയും അവരുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ അവരെ സഹായിച്ചു എന്നുള്ള കാര്യം അവൻ ഞങ്ങളോട് പങ്കുവെക്കുമായിരുന്നു. So in my mom's family, there was always some man of God or a child of God who would come and visit, and they were blessed immensely by those people who had the power of the Holy Spirit. And there was abundance of people back then
who would actually be led completely by the Holy Spirit to come into their home and actually prophesy and everything. So she did mention a lot of things about that. പ്രിയ മാതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്റെ ജീവിതത്തിലെ അനുഭവത്തിൽ അവർ കടന്നു പോകുന്ന ചില പ്രതിസന്ധികളുടെ മധ്യത്തില് എങ്ങനെ അവൻ ദൈവം അയക്കുന്ന ചില ഭക്തന്മാർ വരികയും ആത്മനിറവും കൃപാവരങ്ങളും ഉള്ളവര് കടന്നു വരികയും പ്രവചിക്കുകയും അവർ പ്രാർത്ഥിക്കുകയും അവൻ അന്ന് കാലങ്ങളിൽ ഇന്നും ഉണ്ട് ദൈവാത്മാവ് നയിക്കുന്നവർ പോയി പ്രാർത്ഥിക്കും, അറിയിക്കുന്ന ദൂത് അറിയിക്കും. അവൻ അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിൽ അനേക ദേവദാസന്മാർ കയറി ഇറങ്ങുകയും പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്തൊക്കെയും ഞങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നതിനെ കുറിച്ച് ഞങ്ങളുടെ അമ്മ ഞങ്ങളോട് എപ്പോഴും പറയുമായിരുന്നു. But I also heard about the mistreatment and the rejection of those individuals from their own family. So I did hear recently about somebody's grandmom getting beat up by her husband for going to a Pentecostal meeting. അമേൻ. പ്രിയമുള്ളവരെ, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ സത്യവചനത്തെ അനുസരിപ്പാൻ ഇറങ്ങിത്തിരിച്ചവരെ എങ്ങനെ അനേകര് പരിഹസിച്ചിട്ടുണ്ട്, മനഃപൂർവ്വം വേദനിപ്പിച്ചിട്ടുണ്ട്, നിന്ദിച്ചിട്ടുണ്ട്. അമേൻ. ഈ കഴിഞ്ഞ ദിവസങ്ങളും ഒരാളെ കുറിച്ച് കേൾക്കാൻ ഇടയായി. അമേൻ. ഒരു പെന്തക്കോസ്തു കൂട്ടായ്മയ്ക്ക് പോയി എന്നുള്ള കാരണത്താൽ അമേൻ സ്വന്തം ഭർത്താവ് വളരെ അടിച്ച ഒരു ഭാര്യയെ കുറിച്ച് ഞാൻ കേൾക്കാൻ ഇടയായി. But those who choose the way of the Spirit and they are filled with the Holy Spirit, they do not ever have to worry because they have been guided by the Holy Spirit to lead them through all these problems. ഇന്ന് രാത്രി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിനാണ് നീ നയിക്കപ്പെടുന്നത്. ചുമ്മാ കേട്ടിട്ട് ഓടിപ്പോയി പ്രാർത്ഥനയ്ക്ക് പോകുന്ന പരിപാടിയല്ല. പരിശുദ്ധാത്മാവിനെ നയിച്ചിട്ട് പോവുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പൗലോസിനെയും ശീലാസിനെയും അവൻ ദർശനം കൊടുത്തു. അവൻ അവര് ഏഷ്യയിലേക്ക് പോകുന്ന തടഞ്ഞു, വിലക്കി. പരിശുദ്ധാത്മ നേരെ യൂറോപ്പിലോട്ട് അയച്ചു. പോയ വഴികൾ ഒത്തിരി തെറ്റാനുഭവങ്ങൾ, അടികൾ, ഇടികൾ, നിന്ദകൾ, അവരെ നഗ്നരാക്കി ടൗണിന്റെ നടുക്ക് തട്ടിച്ചു. അവൻ സ്വന്തം ഒരു വിധിയും കൂടാതെ അടിച്ചു. ദേഹമെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നഗ്നരായിട്ട് വലിച്ചടച്ച്. പക്ഷെ അവര് നോക്കണം, അർദ്ധരാത്രി ആയപ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങിയ പിന്നെ പാട്ടായിട്ട് മാറുക. ആരാധന ഇന്നും ബഹളമോ അടിയോ കേസോ വഴക്കോ അല്ല. ഒരിക്കലും അവർക്ക് പരാതി ഉണ്ടായിരുന്നില്ല. അവർ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചു. അവർ ആരാധിക്കുമ്പോൾ ആ ശബ്ദം കേട്ടിട്ട് ദേശം നിന്ദിക്കില്ല. കാരാഗ്രഹ വാതിലുകൾ എന്നിട്ട് കാരാഗ്രഹ പ്രമാണി അകത്തോട് ചോദിച്ചോണ്ട് ചോദിച്ചോണ്ട് ഇതാ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട സഭയുടെ അവസ്ഥ എന്ന് പകൽക്കാലം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അവൻ കേവലം വാക്കുകൾ കൊണ്ട് പരിശുദ്ധാത്മ പറഞ്ഞാൽ പറ്റില്ല, അനുഭവങ്ങൾ കൂടി കാണിക്കണം. ഈ ദിവസങ്ങളില് ക്രിസ്തുവിന്റെ അടിസ്ഥാനങ്ങളിലേക്ക് മടങ്ങി വരാൻ സഭയെ കൊണ്ട് കഴിയണം. So I have to also say that the anti Holy Spirit movement that did happen during my lifetime. I have seen so many traditional churches being, formed, and so many people have been misled and being loyal members to those churches and more carried away with doctrinal teachings of the church and formal worship and pretty much no focus or interest in the Holy Spirit. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. എന്റെ ജീവിതകാലത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അമ്മ സ്വന്തം ചെയ്യുന്നു. ഇങ്ങനെയുള്ള പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾ വർദ്ധിച്ചപ്പോൾ സാധാ പാരമ്പര്യ പട്ടത്വ സഭകളൊക്കെയും സ്വന്തം അവരെന്ത് ചെയ്യുന്നു? അവർ എഡ്യൂക്കേഷൻ പഠിപ്പിക്കലുകൾ കൂട്ടി. പല കാര്യങ്ങൾ അവർ ടീച്ച് ചെയ്തു ബിബ്ലിക്കലായിട്ട്. കാരണം ജനം വിട്ടുപോകരുത്. അവര് അടിസ്ഥാനം പറഞ്ഞത് പാരമ്പര്യമുണ്ട് നമുക്ക്. ഇതൊക്കെ ഇന്നലെ മുളച്ചു വന്ന സഭയാണ്, ഇന്നലെ കത്തി വന്ന ഇതാണ്. അതല്ല സഭ, നമുക്കൊരു അടിസ്ഥാനമുണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിച്ചിട്ട് സത്യവചനത്തിലേക്കോ നോക്കണം. ശ്രദ്ധിക്കണം. സഭയെ പണിയുന്നത് അവൻ യേശു കർത്താവാണ്. ഞാൻ എന്റെ സഭയെ പണിയും. അതെങ്ങനെയാ? പരിശുദ്ധാത്മാവിനാലാണ്. ഒരു അപ്പോസ്തലന്മാരും അടിസ്ഥാനമുണ്ട്. അവർ പഠിപ്പിച്ച അവർ കൂടി പരിശുദ്ധാത്മാവ് പഠിച്ച. പക്ഷെ അപ്പോസ്തലന്മാരല്ല വിഷയം. മൂലക്കല്ല് ക്രിസ്തുവാ. അങ്ങനെ ക്രിസ്തു പറഞ്ഞ് ആത്മാവിൽ നടത്തപ്പെടണം. എന്നാൽ ഇന്ന് ഇക്കാലങ്ങളില് അനേക സത്യത്തിലേക്ക് പോകാതിരിക്കത്തക്കവണ്ണം സ്വന്തം ചട്ടക്കൂടുകൾക്കുള്ളിൽ സഭയുടെ ഉപദേശങ്ങൾക്കുള്ളിൽ അവരെ പഠിപ്പിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ മാറുമാറാക്കുന്ന ഓരോ കൂട്ടങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ശ്രദ്ധിക്കണേ, അത് ആപത്ത. ഈ ഭൂമിയിൽ ദൈവസഭയെ പണിയാൻ കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഇല്ലാത്തവളായി ക്രിസ്തുവിനെ മുൻനിർത്താൻ കർത്താവ്
പിതാവിന്റെ അടുക്ക പോയിട്ട് ചോദിച്ച് അയച്ചു തന്നതാ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്ക്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്ക്. ഇന്ന് രാത്രി നിനക്കോ നിന്റെ വീട്ടുകാർക്കോ നിന്റെ സമൂഹത്തിനോ ചെയ്യാൻ കഴിയാത്തത് പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ചെയ്യും. ഈശോയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാമെങ്കിൽ പുരുഷന്റെ ബീജം കൂടാതെ അവൻ ഈ ഭൂമിയിലേക്ക് സാക്ഷാൽ ദൈവമായവനെ കൊണ്ടുവരാമെങ്കിൽ, മരിച്ചവരിൽ നിന്ന് എന്റെ ഈശോയെ പരിശുദ്ധാത്മാവിനെ ഉയർപ്പിക്കാമെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിലെ ഏത് വിഷയത്തിന്മേലാ പരിശുദ്ധാത്മാവിനെ വ്യാപരിക്കാൻ കഴിയാത്തത്? അതുകൊണ്ട് ഇന്ന് രാത്രി മനുഷ്യന്റെ അവൻ തെറ്റായ ഉപദേശം ശ്രദ്ധിക്കുന്നത് നിർത്ത്. പരിശുദ്ധാത്മാവിന്റെ വിളിക്ക് ചെവി കൊടുക്ക്. കഠിന ഹൃദയം വിട്ടുകള്. നീ വന്നാൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. കഷ്ടമുണ്ടോ? ഉണ്ട്. വേദനയുണ്ട്, അടിയുണ്ട്, നിന്നയുണ്ട്. പക്ഷേ പറയാൻ പറ്റും, ഞാൻ നല്ലപോലെ നിരാശയില്ല. വേദനയാണെങ്കിലും കഷ്ടങ്ങളാണെങ്കിലും മോശം എല്ലാവരും എടുത്തുകൊണ്ട് പോകും. ആമേൻ. എബ്രായലേഖനം 10-ാം അധ്യായത്തില് അവർ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു എന്ന് പറയുന്നത്. പോലീസിനെ വിളിച്ചു വന്നിട്ട് കൂട്ടും തല്ലിപ്പൊളിച്ച് ബഹളം ഉണ്ടാക്കുന്ന പരിപാടിയല്ല. അബ്രഹാം പറഞ്ഞു, നീ എടുക്കണോ? എടുത്തോ. നീ എടുത്തോണ്ടെങ്കിൽ ഞാന് എടുത്തോട്ടെ. ആമേൻ. ദൈവാത്മാവിനെ നടത്തിപ്പുള്ളവന് ആത്മാവിനെ മാത്രം നോക്കും. കാരണം അവനറിയാം പരിശുദ്ധാത്മാവാണ് സഭയെ കാക്കുന്നത്. പണിയുന്നവൻ കർത്താവാണ്. പരിശുദ്ധാത്മാവ് ഇടപെടും. കഴിയരുത്. നാം വഴിവിട്ടിട്ട് സ്വന്തം കയ്യിലേക്ക് കാര്യങ്ങളെ എടുക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കാതെ മാറി നിൽക്കും. ദൈവനാമം ദുഷിക്കപ്പെടുവാനിടയായിത്തീരും. So as we see the churches, we see so many churches where the Holy Spirit took the back seat. And I want to remind that is an absolute sin against the Holy Spirit. ഇന്ന് പകൽക്കാലം പെന്തക്കോസ്ത് എന്ന് പറയുന്ന സഭകളിൽ പോലും മനുഷ്യൻ കയ്യാളത്വം കളിക്കുമ്പോൾ ദൈവസഭയിൽ നിങ്ങൾ പഠിക്കണം, ജനാധിപത്യമില്ല. ദൈവാധിപത്യം മാത്രമാണ് ദൈവസഭയിൽ. പരിശുദ്ധാത്മാവ് തീ കാണിക്കാതെ തെരഞ്ഞെടുക്കുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവിന് മുൻതൂക്കം കൊടുക്കുന്ന പെന്തക്കോസ്ത് സഭകളിൽ പോലും പരിശുദ്ധാത്മാവിനെ ബാക്ക് സീറ്റിലേക്ക് തള്ളിക്കളഞ്ഞിട്ട് മനുഷ്യൻ ജനീകൻ കയ്യാങ്കളി കളിക്കുമ്പോൾ ഇന്ന് രാത്രി പറയുന്നു, മടങ്ങിയ യഥാസ്ഥാനപ്പെടുക. കർത്താവിന്റെ പരവാസനമായി അവൻ വാതിൽ കരുന്നു മുട്ടുന്ന യേശു മടങ്ങി വരാൻ സമയമായി. പരിശുദ്ധാത്മാവിന് ചെവി കൊടുക്കാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സഭയോട് ബുദ്ധിപദേശിക്കും. So the Holy Spirit cannot be stopped for long. It has to go among the people to do its work because it has already chosen people. So it cannot be put and you cannot limit the Holy Spirit in the four walls of a fancy church. ഇന്ന് അനേകരുടെ ചിന്ത, ഒരു കത്തീഡ്രലോ ഒരു ഹോളോ ഉണ്ടാക്കിയ പിന്നെ പരിശുദ്ധാത്മാവിനെ 4 ഭിത്തിക്കാൻ തിന്നോണം. അങ്ങനെ പ്രവർത്തിക്കുന്നവനല്ല പരിശുദ്ധ. നീ 4 ഭിത്തിയും കത്തീഡ്രൽ അവിടെ വന്നിരിക്കുന്നവൻ, നീ കുടിയിരുന്നിടത്ത് ഇരിക്കുന്നവനല്ല. സേവയല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് പൂർണ്ണനാം ദൈവമാണ്. അവന്റെ ഇഷ്ടത്തിനെ പ്രവർത്തിക്കാൻ പറ്റൂ. അവനെതിരെ ഒരു വാക്ക് നീ പറഞ്ഞാൽ അവൻ ഈ ഭൂമിയിലും ആ പാപം നിൽക്കും, വരാനുള്ള ലോകത്തിന് പാപം നിൽക്കും. പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്ക. സഭയുടെ പണി നമ്മൾ കൈയേൽക്കണ്ട. നീ പരിശുദ്ധാത്മാവിന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ നിന്നെ എടുക്കുമ്പോൾ ഈ നാടുകളിൽ അത് ഏത് സഭയാണ്, പെന്തക്കോസ്ത് സഭയാണേലും ഏത് ഡിനോമിനേഷൻ ആണെങ്കിലും ഇത് സംഘടനയല്ല, അതെല്ലാം സംഘടനകളാ. സഭയെ അവൻ നയിക്കുന്നത് ആരാന്നറിയാമോ? പരിശുദ്ധാത്മാവ. എന്ന് മനുഷ്യൻ നയിക്കാൻ തുടങ്ങുന്നു അവിടെ പരാജയം വരും. അവിടെ ഇന്ന് രാത്രി നിത്യനാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്ക് അവൻ ഏൽപ്പിച്ചു കൊടുക്കാൻ സഭകളും കൂട്ടായ്മകളും തയ്യാറാകട്ടെ. And as the Holy Spirit is like a wind, it goes and where it goes we do not know. Nobody knows. And so in the places of the least expected, like how the Holy Spirit is working in North India, in Iran, and in China, where the services start early in the morning and goes all the way late in the evening. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ആർക്കും അറിയില്ല. ഈശോനാം പറഞ്ഞു, കാറ്റിഷ്ടമുള്ളതേക്ക് എന്ത് ചെയ്യുന്നു? നിനക്ക് ആ കാറ്റിനെ വേണ്ടാൻ വരുമോ? അത് അടിക്കും. അത് ചൈനയിലടിക്കും. ചൈനയിൽ പീഡിപ്പിക്കപ്പെടും. നിങ്ങൾ ചിലരൊക്കെ അവൻ പീഡനമൊക്കെ ഒന്ന് വായിച്ചാൽ നിങ്ങളുടെ കണ്ണിന് മുമ്പ് വെച്ച് നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ പെൺമക്കളെ ഒക്കെ റേപ്പ് ചെയ്യപ്പെടുന്നു.
അവിടെ യേശുവിൽ നിന്ന ഭക്തന്മാർ എന്നും ചൈനയിലുണ്ട്. അവിടെ കാരാളം തുടങ്ങി നമ്മൾ 5 മിനിറ്റ് കൂടി പോയി നിന്ന് നീ കിടന്ന് ഇപ്പോഴും അവിടെ രാവിലെ തുടങ്ങുന്ന രാത്രി ആയതിന്. പക്ഷെ സഭ വെളിയിലില്ല, അണ്ടർഗ്രൗണ്ട് ചർച്ച, പുറത്തു വരാൻ പറ്റത്തില്ല. ആമേൻ. ഇന്ന് രാത്രി നിനക്ക് പരിശുദ്ധാത്മാവിനെ വേണ്ടെങ്കിൽ അത് ഇഷ്ടമുള്ളിടത്തേക്ക് വീശും. എന്നാല് അവൻ സ്വന്തം അവൻ നിന്നെ വിട്ടുപോയ അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, നിന്റെ അവസ്ഥ വളരെ ശോചനീയമാകും. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിനെ വിട്ട് ജീവിക്കാൻ ഇടയാകല്ലേ, പരിശുദ്ധാത്മാവിനെ വിറ്റ് ജീവിക്കാൻ ഇടയാകല്ലേ. ഇന്ന് രാത്രി അവന്റെ ആലോചനയ്ക്ക് പോകാൻ ഇന്ന് രാത്രി സഭയായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. Let us continue to pray for those that are belonging to the traditional churches with religious backgrounds, with traditional backgrounds, who are all about the customs and rituals, and they're willfully submitting themselves or succumbing to the flesh-pleasing kind of spirituality. ഇന്ന് രാത്രി കാലം പട്ടത്തെ സഭകളില് നമ്മളെക്കാൾ നല്ല മനുഷ്യരാകാം അവൻ സ്വന്തം വളരെ ഹോണറബിൾ ആൾക്കാരായിരിക്കാം. സത്യം തിരിച്ചറിയാൻ കഴിയാതെ അവരുടെ ചട്ടക്കൂട്ടുകൾ പഠിപ്പിക്കും പ്രകാരം ദൈവവനത്തിൽ നിന്ന് വളരെ അകലിലേക്ക് പോകുമ്പോൾ ഇന്ന് രാത്രി ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ അവരെക്കാൾ തികഞ്ഞവരെന്നല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. കൃപയാ നമ്മൾ നിൽക്കുന്നത്, പുത്രനിൽ കൂടിയുള്ള കൃപയാ. ആ കൃപ നമുക്ക് കാണിച്ചു തന്ന പ്രവർത്തിയാലല്ല, വിശ്വാസത്താല അത് നമ്മളെ കാണിച്ചു തന്നുകൊണ്ട് അവരും ഇതറിയണം, അവരും സത്യം അറിയണം. പാപമോചനത്തിലുള്ള മാമോദിസ ഏകമെന്ന് പറയുമ്പോൾ ഏതാണ് മാമോദിസ എന്ന് തിരിച്ചറിയണം. ദൈവം വെച്ച ആ നീതി വിട്ട് ഒരുത്ത് സ്ഥാപിക്കാൻ ഒരുത്തനെ കൊണ്ടും പറ്റില്ല, ഒരു പൂർവ്വപിതാക്കന്മാരെ കൊണ്ടും പറ്റത്തില്ല. അവൻ വെച്ച വ്യവസ്ഥ വിട്ട് അവന്റെ വചനത്തോട് കൂട്ടിയാലും കുറച്ചാലും പ്രശ്നമാ. അതുകൊണ്ട് ഇത് എഴുതിയത് പരിശുദ്ധാത്മാവായതുകൊണ്ട് അവൻ സ്വന്തം കൂട്ടിച്ചേർക്കാൻ പരിശുദ്ധാത്മാവിൽ അനേകർ ഉപയോഗിച്ച് കാണാം. അത് ഓർത്തഡോക്സോ കത്തോലിക്കോ, ഇത് ഐ ഡോണ്ട് കെയർ. അത് ഏത് നിക്കാ സുന്നഹദോസോ ഏത് സുന്നഹദോസ് ആണെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന ഈ സുന്നഹദോസുകളല്ല ദൈവസഭയെ നിർത്തുന്നത്. ദൈവസഭയെ നിർത്തുന്നത് പരിശുദ്ധാത്മാവ്. അവൻ ദൈവത്തിന്റെ വചനത്തെ ക്രോഡീകരിച്ച് നമ്മുടെ കയ്യിൽ 27 പുസ്തകമായ പുതിയ നിയമം നമുക്ക് തന്നിട്ടുണ്ട്. അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ സ്വന്തം കത്തോലിക്കര് 73 പുസ്തകം വിശ്വസിക്കുന്നു. അവൻ പ്രൊട്ടസ്റ്റന്റുകാര് 66 പുസ്തകം വിശ്വസിക്കുന്നു. അവൻ 39 പുസ്തകം പുതിയ നിയമത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാം കൂടി 73 66 ഇന്ന് വിഷയമല്ല. പുതിയ നിയമത്തിൽ പുതിയ നിയമസഭയ്ക്ക് കൊടുത്ത 27 പുസ്തകം മിക്കവാറും എല്ലാ സഭകൾക്കും. അങ്ങനെയാണെങ്കിൽ സത്യവചനം എന്തനുശാസിക്കുന്നു, 1-ാം നൂറ്റാണ്ടിൽ എങ്ങനെ ഭക്തന്മാർ ആരാധിച്ചു, വചനം വായിച്ച് തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി മടങ്ങി വരാൻ ഹോളി സ്പിരിറ്റ് വിളിക്കുക. കാരണം എന്താ, ദൈവത്തിന് നിന്നെ ഉയർത്താൻ, തന്റെ വിശുദ്ധിയിലേക്ക് എത്തിക്കാൻ അവന് വളരെ ആഗ്രഹമാണ്. ഇന്ന് രാത്രി കാലം അവൻ സംഘടനകളെ ഒന്നിനെയും കൊണ്ടുപോകാൻ യേശു വരുന്നില്ല. ഓർത്തഡോക്സ് സംഘടനയും കൊണ്ടുപോകാൻ വരുന്നില്ല, പെന്തക്കോസ്ത് സംഘടനയും കൊണ്ടുപോകാൻ വരുന്നില്ല. അവന്റെ സഭയെ ചേർക്കാൻ അവൻ പറഞ്ഞു 2-3 പേർ എന്റെ നാമത്തില്, അവന്റെ നാമം, അവന്റെ വചനം, അവന്റെ സത്യം, അവന് ഫോക്കസ് കൊടുക്കുന്ന അവൻ ഇലക്ഷനോ മറ്റൊന്നും അല്ല. അവൻ സ്വന്തം യേശുവിന് ഫോക്കസ് കൊടുക്കുന്നവരെ ചേർക്കാൻ എന്റെ യേശു, അവൻ ആത്മ നടത്തിപ്പിൽ നടക്കുന്നവരെ ചേർക്കാൻ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. ഇന്ന് രാത്രി ആ ആത്മാവിൽ നടക്കുന്നവരെ ചേർക്കാൻ എന്റെ യേശു എത്രയും താമസമില്ല മടങ്ങി വരുന്നു. So if Holy Spirit has taken residence in our life, then the power of God is placed on every believer's disposal. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തെ ഏറ്റെടുക്കാൻ നീ ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ സംഭവിക്കുന്ന ശക്തിയാണ് നിന്റെ എല്ലാ തുറകളിലും പിന്നെ വ്യാപരിക്കുന്നത്. നീയല്ല, ദൈവാത്മ ശക്തി നിങ്ങൾ കണ്ടു. ഒന്ന്, പുത്രനെ അവൻ ജനിപ്പിച്ചു, ഒന്നുമില്ലായ്മയിൽ സകലത്തെ ഉളവാക്കുന്നവൻ. 2, മരിച്ചതിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, പുത്രനെ എഴുന്നേൽപ്പിച്ചു. പരിശുദ്ധാത്മാവ് അസാധ്യമൊന്നുമില്ല. ഇന്ന് രാത്രി നിന്റെ പൊരിഞ്ഞുപോയ സ്വപ്നങ്ങളെ, അവൻ നാറ്റം വെച്ച അവസ്ഥകളെ ഇന്ന് രാത്രി ജീവിപ്പിപ്പാൻ, തളർന്നുപോയ അത് പവറ, അത് തീയ. അവൻ ഏത് ഞരമ്പുകളിലാ, ഞാടിവ്യൂഹങ്ങളിലാ പവർ പോയത്, അവിടേക്ക് തീയൊന്ന് കത്തിയാണ്. ഇന്ന് രാത്രി നിനക്കുള്ള രോഗങ്ങൾ പലതും നെർവിനോടുള്ള ബന്ധത്തിലാണെങ്കിൽ അവിടോട്ടൊരു സ്പാർക്ക് കത്തിയാണ്. ഇന്ന് രാത്രി നിന്റെ രോഗക്കെട്ടുകൾ പൊട്ടും, നീ സ്വതന്ത്രനാകും, നിന്റെ പ്രശ്നങ്ങൾ മാറും. അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് ആ നടത്തിപ്പിനെ ഏൽപ്പിച്ചു കൊടുക്കുക.
കേൾക്കാൻ ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാകും? കർത്താവേ, എന്റെ ബുദ്ധിക്ക് പോകണ്ട, എന്റെ അറിവിന് പോകണ്ട, ആത്മാവെ നടത്ത്, ആത്മാവെ നടത്ത്, ആത്മാവെ നടത്ത്. അവൻ സ്വന്തം പെന്തക്കോസ്ത് ദിനം കൂടി വന്നപ്പോൾ അവിടെ പ്ലാൻ അനുസരിച്ചല്ല ആത്മാവ് നടന്നത്. ആത്മാവ് തീ പോലെ, അവൻ പിളർന്ന നാവുകൾ പോലെ പ്രത്യക്ഷമായി കൊടിയ കാറ്റടിക്കുന്ന പോലെ ശബ്ദം നിറഞ്ഞു. അവിടെ അവിടെ കൺട്രോളിൽ നിന്ന് പുറത്തുപോയി അവൻ അന്യഭാഷകൾ ആരാധിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, നിന്ന് പോയിട്ടില്ല. ഇന്ന് രാത്രി കൊതിച്ചാൽ ആ ആത്മശക്തിയാൽ പരിശുദ്ധാത്മാവിനാൽ അന്യഭാഷാ വരങ്ങൾ, അടയാളങ്ങൾ നിങ്ങളുടെ മേലും ചൊറിയാൻ ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് കഴിയും. ഇത് പറയുമ്പോൾ ഈ നിൽക്കുന്ന പ്രിയ മനോജ് ബ്രദറിന്റെ വൈഫ് അവരൊന്നും വിശ്വസിക്കുന്നതല്ല, പക്ഷെ ആ ഹോളി സ്പിരിറ്റിന്റെ അധികാരത്തിൽ അന്യഭാഷ അവൻ കൂട്ടായ്മയിൽ നിന്ന് സംസാരിച്ചപ്പോൾ അവർ കണ്ടില്ല. അവർക്ക് ഇതിനോട് ഇഷ്ടമുള്ള കാര്യമുള്ള ഒരു വ്യക്തിയല്ല. അവൻ അനുഭവിച്ചപ്പോൾ സത്യം എന്താണെന്ന് അന്വേഷിക്കാൻ മനസ്സ് വന്നു. ഇന്ന് രാത്രി പറയും, പരിശുദ്ധാത്മാവേ, അവൻ ഞങ്ങളുടെ ചിന്തകൾ അറിവുകളെല്ലാം ഒന്ന് മാറട്ടെ, ഞങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ ആകട്ടെ, നിന്റെ അടുക്കൽ വന്ന് വചനം അറിയാൻ, നിന്റെ വഴികൾ നടക്കാൻ കൃപകർത്താവേ എന്ന് രാത്രി കാലം പ്രാർത്ഥിക്കാം. So for every Christian, Holy Spirit is a source of life and power. He convicts us of our sin and guides us towards the righteousness of Christ. That is the power for us. ഇന്ന് രാത്രി അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഓരോ വിശ്വാസിക്കും ജീവസ്രോതസ്സാ. അവൻ പാപത്തെക്കുറിച്ചും അവൻ ന്യായവിധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ആത്മാവ, നമ്മെ മടക്കി സത്യത്തിലേക്ക് കൊണ്ടുവരുന്ന ആത്മാവ. വചനം എഴുതിയത് ഈ പരിശുദ്ധാത്മാവനായ അവൻ. പത്രോസേ പറയുമ്പോൾ അവൻ ദൈവത്തിന്റെ തിരുവെഴുത്തുകളൊന്നും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, അവൻ ദൈവാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതാ. തിരുവെഴുത്തുകൾ പരിശുദ്ധാത്മാവ പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഒരു സഭയുടെയും പഠിപ്പിക്കൽ നീ കേൾക്കണ്ട. ഹോളി സ്പിരിറ്റ് സത്യം നിനക്ക് വെളിപ്പെടുത്തി തരും. ഞാൻ എഴുതിയത് പരിശുദ്ധാത്മാവാണെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാൻ. കർത്താവേ, ഞങ്ങൾക്കൊരു പാരമ്പര്യം നടക്കണ്ട, നിന്റെ ഇഷ്ടത്തിൽ നടന്നാൽ മതി, നീ ഞങ്ങളെ നയിച്ചാൽ മതി. നിനക്ക് മാത്രമേ ഞങ്ങളെ ജീവിപ്പിക്കാൻ പറ്റൂ, നിനക്ക് മാത്രമേ അവൻ ശൂന്യമായി കിടക്കുന്നതിനെ പണിയാൻ പറ്റൂ. പരിശുദ്ധാത്മാവാണ് ശൂന്യമായി പോയ ഭൂമിയെ പണിതത്. പരിശുദ്ധാത്മാവാം ദൈവമാണ്. അവൻ സ്വന്തം പരിശുദ്ധാത്മാവ് വ്യാപരിച്ച ശേഷമാണ് ശൂന്യതകൾ മാറിയത്, അന്ധകാരം മാറിയത്. ഇന്ന് രാത്രി കൂരിനത്തിൽ തപ്പിത്തടയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പരിശുദ്ധാത്മാവെ എന്നെ ഏറ്റെടുക്കുക. അവൻ സ്വന്തം വചനപ്രകാരം പുത്രന്റെ കൽപ്പന പ്രകാരം ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന അത്ര പേര് പറയും. ഇന്ന് രാത്രികാലം ആ വിശുദ്ധിയിൽ നടക്കാൻ, ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ, ക്രിസ്തുവിന്റെ നീതിയിലേക്ക് വരാൻ എത്ര പേര് ഇന്ന് രാത്രി ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും, ആ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും. So we know that the Holy Spirit is to the Christian what Creator is to the creation. ശ്രദ്ധിക്കണം, സഭയ്ക്ക് പരിശുദ്ധാത്മാവ് എന്ന പോലെ അവൻ സ്വന്തം സൃഷ്ടികർത്താവ് സൃഷ്ടിക്ക് എന്ന പോലെ അവൻ ആണ് എന്ന് നാം തിരിച്ചറിയണം. Without Creator God, the world does not come into existence. നോക്കൂ, സൃഷ്ടികർത്താവാകും ദൈവമില്ലെങ്കിൽ സൃഷ്ടി ഉളവാകുകയില്ല. Without God sustaining the world will cease to exist. അവൻ സകലത്തെയും ബലമുള്ള ഭുജത്തിൽ വഹിക്കുന്ന. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഈ ഭൂമി ഉണ്ടായിട്ട് എത്രയോ ശാസ്ത്രം പറയുന്നു ബില്യൺസ് ഓഫ് ഇയർ ആയെന്ന് പറയുന്നു. ആണെപ്പോലും 23.5 ചാഞ്ഞു നിൽക്കുന്നു ശാസ്ത്രം. ഇത് ഇത്രയും വർഷം കറങ്ങിയിട്ട് ചാഞ്ഞു തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ 1/2 ഡിഗ്രി കൊണ്ട് മാറിയ തണുപ്പോ ചൂടോ വരും. ഇതിനെ താങ്ങി നിർത്താൻ ഒരു ശക്തിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം അറിയണം. ശാസ്ത്രത്തിന്റെ നിയമം പറയുന്ന ഡിക്കയെ കുറിച്ച് പറയുന്നത്, ഒരു കാര്യം ഒന്നും തൊടാതെ വെറുതെ മാറ്റി ഈ വീട് പാട് താമസിക്കായിട്ട് അത് ഡിക്കയിലേക്ക് പോകും, അത് തകർച്ചയിലേക്ക് പോകും, അത് ശൂന്യതയിലേക്ക് പോകും. അതുപോലെയാ ഒരു ശക്തി ഇതിനെ നിർത്തുന്നത് കൊണ്ട്, ഇന്ന് രാത്രി ഭൂമിയെ നിർത്തുന്നത് കൊണ്ട് അവൻ സ്വന്തം ആ ശക്തി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സൃഷ്ടികർത്താവിന്റെ ശക്തി സൃഷ്ടിയെ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഈ സൃഷ്ടി നിലനിൽക്കുകയില്ല. Same way, without the Holy Spirit, we wouldn't be the new creation after our transformation and regeneration. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയില്ലെങ്കിൽ നീ രക്ഷിക്കപ്പെട്ട് അവിടെ തൊട്ടേ ഉണ്ട്, അതിനുശേഷം രൂപാന്തരം. അവൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക. അവൻ അത് ഇന്നലെ കഴിയുമ്പോൾ തീർന്നു, ഞാൻ പാസ്സായി.
ഓരോ ദിവസവും കുറവുകൾ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന അനുസരിച്ച് നിന്നെ തന്നെ ക്ലിയർ ആക്കി കറക്റ്റായി തവയെ തെറ്റിപ്പോയി ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് വീണ്ടും വീണ്ടും തിരുത്തി അവൻ സ്വന്തം ശുദ്ധീകരണം പ്രാപിച്ച് വീണ്ടെടുപ്പ് പ്രാപിച്ച് വീണ്ടും അടുത്തടുത്ത് വന്ന് ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ തക്കവണ്ണം നിന്നെ സഹായിക്കുന്ന ആരാന്നറിയാമോ? പരിശുദ്ധാത്മാവ്. അങ്ങനെയാണെങ്കിൽ സൃഷ്ടികർത്താവ് വേണമെങ്കിൽ സഭയിലെ വിശ്വാസിയാകുന്ന നിനക്ക് ദൈവ പൈതലായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവ കുടുംബത്തിൽ അംഗമായ നിനക്ക് ക്രിസ്തുവാകുന്ന തലയോളം വളരാൻ ആരെ വേണമെന്നറിയാമോ? പരിശുദ്ധാത്മാവ്. അല്ലെങ്കിൽ യേശുനാഥൻ ഇരുന്നാ പോരായിരുന്നു. എപ്പോഴും പോകുന്ന പ്രയോജനം പോകാൻ ഞാൻ ആര് വരത്തില്ല, ഹെൽപ്പർ പാരക്ലീറ്റ് വരത്തില്ല. അവൻ വന്നാൽ നിങ്ങളെ നിർത്തും, അവൻ വന്നാൽ നിരാശകളെ മാറ്റും, അവൻ വന്നാൽ അത്ഭുതങ്ങളെ നടത്തും, അവൻ വന്നാൽ അന്ധകാരങ്ങളെ അയറ്റിക്കളയും, അവൻ വന്നാൽ ബന്ധനങ്ങൾ അഴിയും, അവൻ വന്നാൽ വാതിലുകൾ തുറക്കപ്പെടും, അവൻ വന്നാൽ സൃഷ്ടിപ്പുകൾ ഉണ്ടാകും, അവൻ വന്നാൽ വിടുതലുകൾ ഉണ്ടാകും, അവൻ വന്നാൽ മരിച്ചവർ ഉയർത്തും, അവൻ വന്നാൽ ജീവനബോധത്തിൽ വെളിപ്പെടും. ഇന്ന് രാത്രി എത്ര പേര് കർത്താവേ ഞാൻ വീക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു, പക്ഷേ പോരെ കർത്താവെ ആത്മാവിനോടുകൂടെ ചേർന്ന് നടപ്പാൻ എന്നെ ഇന്ന് രാത്രി ഏൽപ്പിക്കുന്ന എത്ര പേർക്ക് സാമൻ അപ്പൊ പറയാൻ കഴിയും. And every place that calls itself a church of Christ or the bride of Christ must honor God by worshiping Holy Spirit as the initiator, sustainer, beholder, and the perfecter of our spiritual life. പ്രിയമുള്ളവരെ, അവൻ ദൈവ സഭയായി ക്രിസ്തുവിന്റെ മണവാട്ടിയായി കർത്താവിനെ ആദരിക്കുന്ന അവൻ ഏതു സത്യസഭകളും പരിശുദ്ധ റൂഹയെ ആദരിക്കണം. ത്രിയേക ദൈവത്തിൽ ഉൾപ്പെടുന്ന നിത്യനായ ആത്മാവിനെ ആദരിക്കണം. ആത്മശക്തി കൂടാതെ എനിക്ക് ഒരു ചുവട് പോലും വെക്കാൻ കഴിയില്ല. എന്നെ താങ്ങുന്നത്, വിശ്വാസത്തിൽ നിലനിർത്തുന്നത് പരിശുദ്ധാത്മാവാന്ന് അറിഞ്ഞ് ആ പരിശുദ്ധാത്മാവിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഓർത്തോണം, ഈശോ പറഞ്ഞു പുത്രനോട് എതിരെ പറയുന്നൊരു വാക്ക് എന്ത് ചെയ്യും? ക്ഷമിക്കാം. പരിശുദ്ധാത്മാവ് പറയുന്നൊരു വാക്ക് ഈ ഭൂമിയിലും വരാനുള്ള ലോകത്തിൽ എന്ത് ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ ആത്മാവിനെ അവൻ ആരാധനയ്ക്കായി തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറയാം. കർത്താവേ, ആത്മാവിന്റെ ശക്തി നോക്കൂ. അത്ര നിത്യനായ ആത്മാവിനെ നമ്മുടെ സഹായകനായി തന്നേക്കുന്നത്. നമുക്ക് ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ കെയർ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന പവർ പലപ്പോഴും നമുക്ക് തിരിച്ചറിയുന്നില്ല. ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയത്തില്ല, പക്ഷെ ആ ശക്തി പ്രാപിക്കാതെ പറ്റില്ല. നീ കാത്തിരുന്ന് പ്രാപിക്കണം. അവൻ സ്നേഹന്മാർക്ക് 10 ദിവസം, യേശുവിന്റെ അമ്മ മറിയ ഉൾപ്പെടെ 10 ദിവസം കാത്തിരിക്കുന്ന പ്രാപിക്കും. ഈശോയുടെ അമ്മയുടെ ഉദരത്തിലുണ്ടായി ഈശോ പരിശുദ്ധന്മാർ ആവലല്ലോ ഉണ്ടായത്. പക്ഷെ അതല്ല, പരിശുദ്ധാത്മാഭിഷേകമുണ്ട്. കാത്തിരുന്ന് ആത്മാഭിഷേകം പ്രാപിക്കണം. ഈശോയുടെ അമ്മയും കാത്തിരുന്നു 10 ദിവസം. ബൈബിൾ പറയുന്നു, പഠിപ്പിക്കുന്നു. അമ്മയും അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു. ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എന്നാ പറഞ്ഞു. 120 പേർ അടങ്ങുന്ന സമയം ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അവർ ഈശോയുടെ അമ്മ അന്യഭാഷയിൽ ആരാധിച്ചു. നിന്നെ എന്താ തടസ്സപ്പെടുത്തുന്നത്? ഇന്ന് രാത്രി ആത്മനിറവില് ആരാധിപ്പാന് ഇന്ന് രാത്രി എത്ര പേര് ഏൽപ്പിച്ചു പറകത്താവെ എന്നെ ശുദ്ധീകരണത്തിലേക്ക് നടത്താൻ അപ്രിയന്റെ മേലൊന്ന് വ്യാപരിക്കട്ടെ. ആത്മാവിനെ അവൻ പിതൃപുത്ര പരിശുദ്ധാത്മാവൻ ദൈവത്തെ പരിശുദ്ധാത്മാവൻ ദൈവത്തെ ആരാധിപ്പാൻ സത്യസഭകളും ഏൽപ്പിച്ചു കൊടുക്കണം. ഒരിക്കലും നിത്യനായ ആത്മാവിനെ എണ്ണയാക്കി നീ വെച്ചോണ്ടിരിക്കും. പഴയ നിയമകാലത്ത് അവൻ എണ്ണയായിരുന്നു. അതിനെ സൈറ്റൊന്നും മൂറൊന്നും വിളിച്ചുകൊണ്ട് നീ അതിനെ എണ്ണയാക്കല്ലേ, കളിയാക്കല്ലേ. അവൻ നിന്റെ അപ്പൻ വീട്ടിലിരിക്കുമ്പോൾ അപ്പന്റെ ഫോട്ടോ വെച്ച് അപ്പ എന്ന് പറഞ്ഞ അപ്പൻ ഇരിക്കുക. അവൻ സ്വന്തം അത് കളിയാക്കുന്നതിന് തുല്യമാ. ഇന്ന് രാത്രി കാലം മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് പറയുക. പരിശുദ്ധാത്മാവിന് നീ സ്വാതന്ത്ര്യം കൊടുക്കുക. ഇന്ന് രാത്രി ചില അത്ഭുതങ്ങള് നീ കാണാൻ, ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണാൻ ഇടയായി തീരും. Let us live in the Spirit. Let us be kept by the Spirit. None of us were saved without the Spirit or even sanctified without the Spirit. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നാം രക്ഷിക്കപ്പെട്ടെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിക്കപ്പെടാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. അങ്ങനെ നാം ഏൽപ്പിച്ചു കൊടുത്താൽ നാം പരിപാലിക്കപ്പെടുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ഇടയായി തീരും. Remember, the ministry must be done in the Spirit, for fleshly ministry can turn out to be ineffective. പ്രിയമുള്ളവരെ, ശുശ്രൂഷ എപ്പോഴും എങ്ങനെ ആയിരിക്കണം എന്നറിയാമോ? പരിശുദ്ധാത്മാവിൽ. അത് കേൾക്കുമ്പോൾ തന്നെ നിന്റെ ഉള്ളിൽ കത്തൽ ഉണ്ടാകണം. ആത്മനിറവോട് ഈശോ അവൻ ഗലീലയിലേക്ക് മടങ്ങുമ്പോൾ വചനം കേട്ട് പറയുന്നു, അവൻ ലാവണ്യ വാക്കുകൾ ഉള്ളും ഇങ്ങനെ കത്തുന്നു. കേൾക്കുമ്പോൾ ആത്മനിറവിലെ വചനമായിരിക്കണം, അല്ലാതെ ചടങ്ങിന്റെ ആരാധനകളായി മാറരുത്. അവൻ സ്വന്തം ചെയ്യുന്നു, അക്ഷരം എന്ത് ചെയ്യുന്നു? കൊല്ലുന്നു.
പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? ജീവിപ്പിക്കുന്നു. ഇന്ന് രാത്രി വെറും എഴുത്തുകളിലും ചൊല്ലുകളിലും ഒതുങ്ങുന്ന ആരാധന കൊല്ലുന്നു എന്ന് ബൈബിൾ പറയുമ്പോൾ, നിന്നെ വിശ്വാസിയെ കൊല്ലുമ്പോൾ, നീ ചടങ്ങ് പോലെ ടേപ്പ് റെക്കോർഡർ പാടിയിട്ട് വരുമ്പോൾ, പരിശുദ്ധാത്മാവുള്ള ആരാധന എന്തെന്നറിയാമോ? അകത്ത് ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുന്നു മാത്രമല്ല, അവൻ ചലിക്കുന്ന പ്രാണികളെ ജീവിപ്പിക്കുന്നു മാത്രമല്ല, നിന്റെ കോശത്തിന്മേൽ, നിന്റെ ശരീരത്തിന്മേൽ, നിന്റെ ജീവന്മേൽ, നിന്റെ കുടുംബത്തിന്മേൽ ആ പരിശുദ്ധ റൂഹ പ്രവർത്തിപ്പാനിടയായി തീരും. Let us close out here with the warning by Paul given to the Galatians in Galatians chapter 3 verse 2 through 5. അതുകൊണ്ട് പൗലോസ്ലീഹ ഗലാത്യ സഭയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്ത ആ വചനഭാഗം നമുക്കൊന്ന് വായിച്ച് നമുക്ക് അവൻ ഇരിക്കാം. അവൻ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങള് അവൻ എടുത്തിട്ടുള്ളവരൊന്ന് വായിക്കാം. അവൻ ഗലാത്യ സഭ അവൻ ദൈവത്തിന്റെ വഴി വിട്ട്, ദൈവത്തിന്റെ ഉപദേശം വിട്ടിട്ട് അവർ ചടങ്ങുകളുടെ പ്രമാണങ്ങളിലേക്ക്, യഹൂദ മതാനുസാരത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക്, പാരമ്പര്യങ്ങളിലേക്ക് ചാഞ്ഞപ്പോൾ വിളിച്ചവരെ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, അവൻ വിഡ്ഢികളായ ഗലാത്യരെ എന്ന് വിളിച്ചിട്ട് അവരെ തിരുത്തുമ്പോൾ പൗലോസ്ലീഹ പറയുന്ന അവൻ ഈ ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആ വാണിംഗ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 3:2 മുതൽ 5 വരെ. Galatians 3:2-5. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിക്കുവാൻ ഇച്ഛിക്കുന്നു. ഈ ഒരു കാര്യം മാത്രം ഗലാത്യരെ നിങ്ങളോട് ഞാൻ മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുക. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ? കാരണം അവര് ന്യായപ്രമാണത്തിൽ അപ്പോസ്തലന്മാർ ഇറങ്ങി വന്നപ്പോ ഞങ്ങൾക്ക് ഇതുണ്ട്, പരിശോധനയുണ്ട്, യാഗങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവർ അതിലോട്ട് അവൻ ആകർഷിക്കപ്പെട്ടു. പാരമ്പര്യം ഭയങ്കര ആകർഷണമാണ്. അപ്പോൾ അവർ ചെയ്യുമ്പോൾ പൗലോസ് ചോദിക്കുക, പരിശുദ്ധാത്മാവിനെ കിട്ടിയത് ചടങ്ങുകൾ ചെയ്തത് കൊണ്ടാണോ, ആ യഹൂദ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ടാണോ എന്ന് പൗലോസ് ചോദിക്കുന്നു. വായിച്ചു. പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? നിങ്ങൾ ആ ചടങ്ങ് ചെയ്തുകൊണ്ടാണോ പരിശുദ്ധാത്മാവിനെ കിട്ടിയത്, അതോ വിശ്വാസത്തിന്റെ പ്രസംഗം ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കുന്നത് പോലെ കേട്ടത് കൊണ്ടാണോ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത്? നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ, ബുദ്ധിയില്ലാത്ത മടയരോ നിങ്ങൾ. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ശ്രദ്ധിക്കണം, ആത്മാവ് കൊണ്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? ജഡം. നിങ്ങളെ റിച്വലിസ്റ്റിക് വർഷിപ്പിലേക്ക് പോകുമ്പോൾ, പാരമ്പര്യങ്ങളെ പിടിച്ചു പോകുമ്പോൾ അതിനെ ബൈബിൾ പറയുന്നു ജഡത്തിന്റെ ആരാധന. ജഡം കൊണ്ടോ നിങ്ങൾ അവസാനിപ്പിക്കുന്നത്. ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? ഇത്രയെല്ലാം കൃപകൾ, ദൈവം തന്ന ദാനങ്ങൾ നിങ്ങൾ വെറുതെ അനുഭവിച്ചുവോ? വെറുതെ അത്ര എന്ന് വരികയും എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവിനെ തന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, മരിച്ചവരൊക്കെ ഉയർക്കുകയും രോഗികൾ, തളർവാദികൾ, തളർന്നവരൊക്കെ ചാടി എഴുന്നേൽക്കുകയും ചെയ്യുന്നത് ന്യായപ്രമാണത്തിന്റെ ആരാധനയായ യാഗവും ആ പെരുന്നാളുകളും ആചരിച്ചത് കൊണ്ടാണോ, അതോ വിശ്വാസത്തിന്റെ പ്രസംഗം? പൗലോസൊക്കെ നിന്നങ്ങോട്ട് പറയുക, അവൻ പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാതെ പ്രസംഗിക്കുമ്പോൾ പറയുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നത് ഈ പ്രസംഗം കേട്ടതിനാലാണോ, ഈ വചനം കേട്ടതിനാലാണോ, അതോ ചടങ്ങുകൾ ചെയ്തതിനാലാണോ? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിക്കായി കണക്കിട്ടു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിക്കായി കണക്കിട്ടു എന്നുണ്ടല്ലോ. So let us not ever fall back into the same error of trusting in our flesh to build the kingdom of God, but to hand ourselves to the power of the Holy Spirit. ഇന്ന് രാത്രി ജഡത്തിൽ ആശ്രയിച്ച് ദൈവ രാജ്യത്തെ പണിയുന്ന ശ്രമം നിർത്താം. ജഡത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ രാജ്യം പണിയുന്നത് നിർത്താം. ബൈബിൾ അതിനെ വിളിക്കുന്ന ജഡം. ആത്മാവിന്റെ നടത്തിപ്പ് സഭയുടെ പണിയായി നീയും ഒരു കല്ലായി, ജീവനുള്ള കല്ലായി, സഭയോട് ചേർത്ത് പണിയപ്പെടാനായി പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. എത്ര പേര് ഇന്ന് രാത്രി ഹോളി സ്പിരിറ്റ് നമ്മുടെ കൊണ്ടുവന്ന വചനം ശ്രദ്ധിക്കുന്ന അറിയത്തില്ല. ഇന്ന് രാത്രി അത് അനുഗ്രഹമായി തീരും കേട്ടനുസരിച്ചാൽ. കാരണം ഇത് ജീവനുള്ള ദൈവത്തിന്റെ സത്യവചനമാണ്. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ കരങ്ങളടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവൻ നമുക്ക് എല്ലാവർക്കും ഒരു ഗാനം പാടി തീരത്തെ ശ്രദ്ധിക്കാം. പാട്ടുകാരൻ പറയാ, വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്ന് രക്ഷകന്റെ വേല ചെയ്യുവിൻ. അന്ത്യകാലം വന്നെടുത്തേ. ഇത് മനോജ് ബ്രദർ ഒന്നും പറഞ്ഞില്ല അല്ലേ, ക്രിസ്ത്യനോടൊന്നും പറഞ്ഞില്ല. പെന്തക്കോസ്തിന്റെ വേലയാണ്. പെന്തക്കോസ്ത് സഭയുടെ വേലയല്ല പറഞ്ഞേ,
പെന്തക്കോസ്ത് 50-ാം ദിവസത്തിന് പെന്തക്കോസ്ത് അർത്ഥമുള്ളൂ. അന്ന് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ വേലയാണ്. ഇതൊരു അപ്പോസ്തലന്മാരുടെയും വേലയല്ലേ, പരിശുദ്ധാത്മാവിന്റെ വേലയാണ്. നീ ചന്തമോടെ സേവ ചെയ്താൽ, ആമേൻ, ദൈവത്തെ പ്രസാദിപ്പിച്ച് വചനപ്രകാരം പരിശുദ്ധാത്മാവിനെ നടത്തിപ്പ് വേല ചെയ്താൽ, കാഹളം ധ്വനിച്ച് നാഥൻ വരുമ്പോൾ സ്വന്തം നാട്ടിൽ നിനക്കും പോകാമേ. അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗം ഉണരാം. ഇന്ന് രാത്രി മയക്കത്തിൽ ഉണരാം. അവൻ സ്വന്തം ഇന്ന് രാത്രി സടകുടങ്ങൾ എഴുന്നേൽക്കാം. അവൻ നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഈ പഴയ പാട്ട് അവൻ ചേർന്ന് പാടി അവനെ ആരാധിക്കാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ. മുടന്നു രക്ഷകന്റെ വേല ചെയ്യുമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, മുടന്നു രക്ഷകന്റെ വേല ചെയ്യുമേ. അമ്മേ, അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തിൻ വേലയാണ്. അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തിൻ വേലയാണ്. ചന്ദ്രമോടെ സേവ ചെയ്താൽ സ്വന്തം ചന്ദ്രമോടെ സേവ ചെയ്താൽ സ്വന്തം മുടങ്ങു രക്ഷകന്റെ വേല ചെയ്യുമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, മുടങ്ങു രക്ഷകന്റെ വേല ചെയ്യുമേ. ഓ അബ്രഹാമി സാധ്യത എന്നീ വിശുദ്ധ എത്ര നാളായി പാതകം വിട്ടു. ഓ അബ്രഹാമി സാധ്യത എന്നീ വിശുദ്ധ എത്ര നാളായി പാതകം വിട്ടു. ഓ കാത്തു കാത്തു നിന്നിടുന്ന സോദരാനി യോഗ്യരുടൻ, കാത്തു കാത്തു നിന്നിടുന്ന സോദരാനി യോഗ്യരുടൻ, പൂർത്തിയാക്കി വേദനിത്തു പാതകം വെടിഞ്ഞു പോകാം. പൂർത്തിയാക്കി വേദനിത്തു പാതകം വെടിഞ്ഞു പോകാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, ഉണർന്നു രക്ഷകന്റെ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, ഉണർന്നു രക്ഷകന്റെ വേല ചെയ്യുമേ. ഓ വിളിക്കു യോഗ്യമേ, വിളിച്ചവന്റെ സന്നിധിയിൽ വിളിക്കു യോഗ്യമേ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. ഓ നദിയത്തിൽ നമ്മെ ഓടുന്ന നദിയത്തിൽ നമ്മെ ഓടുന്ന വെടിഞ്ഞു വന്ന ചന്ദ്രന്റെ നമ്മെ മാറിഞ്ഞു വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, ഉണർന്നു രക്ഷകന്റെ വേല ചെയ്യുമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, ഉണർന്നു രക്ഷകന്റെ വേല ചെയ്യുമേ. ഈ ലോകരാജ്യം അസ്തമിക്കാം, ഈ ലോകരാജ്യം വേഗമിതമായി. ഈ ലോകരാജ്യം അസ്തമിക്കാം, ഈ ലോകരാജ്യം വേഗമിതമാകരിക്കാം. ഓ പാപമില്ല പരിശുദ്ധൻ കായികത്തിൽ വന്നു, പാപമില്ല പരിശുദ്ധൻ കായികത്തിൽ വന്നു. തന്നെ പാവനമായി ജീവിക്കുന്ന പാവനയിൽ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, ഉണർന്നു രക്ഷകന്റെ വേല ചെയ്യുമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, ഉണർന്നു രക്ഷകന്റെ വേല ചെയ്യുമേ. ഇനി അല്പകാലം മാത്രമേയുള്ളൂ, നമുക്ക് വേഗം കൃത്യമായി അല്പകാലം മാത്രമേയുള്ളൂ, നമുക്ക് വേഗം കൃത്യമായി വേലയിടാം. ഓ എത്ര നാളും വെച്ചിരുന്നു അത്ര നാളും രക്ഷകൻ, എത്ര നാളും വെച്ചിരുന്നു അത്ര നാളും രക്ഷകൻ.
ആണ്ടിന്റെ 12ാം മാസത്തിന്റെ ആദ്യ ചൊവ്വാഴ്ചയും നമുക്കൊരു സാവകാശങ്ങളുടെ ഭൂമിയിൽ കാലം പ്രവൃത്തി വേണ്ടത് അനുകൂലമല്ലാഞ്ഞുകൊണ്ട് പല കുട്ടികൾക്ക് കടന്നു വന്നിട്ടില്ല. അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കാം. കടന്നു വന്ന നമുക്ക് ഈ കാലങ്ങളിൽ നമ്മൾ ജീവിക്കേണ്ടതിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ച് റെഡിയായാലും പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മാവിന്റെ ശക്തി കൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിലും നമുക്കൊന്നും നേടാൻ ഒക്കുകയില്ല. നമ്മൾ മുട്ട കഴിക്കാം, പാല് കഴിക്കാം, അത് കഴിക്കാം, ഇത് കഴിക്കാം, അതൊക്കെ ശരീരം കുറച്ച് മണ്ണിക്കാവുന്നത് ശരീരം ആത്മാവിൽ കാര്യങ്ങൾ ഗ്രഹിച്ചില്ലേണ്ടല്ലോ. അയ്യോ, കർത്താവ് തന്നെ പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരിക. രാത്രി വന്നു കഴിയുമ്പോ എന്ത് ചെയ്യും? അതിന്റെ ആത്മനിറവിൽ നമ്മൾ ജീവിച്ചാൽ വരാനുള്ള കഷ്ടങ്ങളെ കർത്താവ് വീണ്ടുമേ കാണിച്ചു തരും. അതനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ എല്ലാ കഷ്ടങ്ങളും വിടുവിക്കും. ആഹളം ധ്വനിക്കുമ്പോൾ കർത്താവിനോട് വിളിച്ചേരുവാൻ സാധിക്കും. അല്ലയോ, ലോകപ്രകാരം മുട്ടയും പാലും ഇറച്ചിയും മീനും ഇതൊക്കെ പോഷകആഹാരങ്ങളാണ്. കഴിച്ചോ ഒരു കുഴപ്പവുമില്ല. പക്ഷേ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ആത്മീയമായി നാം മുന്നേറുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് അയ്യോ കഷ്ടം. ആയതിനാൽ ഇന്ന് സന്ധ്യയുടെ യാമത്തിലും മനോജ് പ്രവർത്തനം കണ്ടതുപോലെ ആത്മാവിനെ അനുസരിച്ച് കൊടുക്കാം. ആ മറിയ സ്വയം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ, എന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കണം. അതാ പ്രിയപ്പെട്ടവരെ സമർപ്പണം. സമർപ്പിക്കാൻ മുന്നോട്ട് ജീവിക്കാം. സമയം മുന്നോട്ട് കടന്നു പോകുന്നുവല്ലോ. പ്രാർത്ഥിച്ച് നമുക്ക് പിരിഞ്ഞു പോകാം. എടുത്ത സ്തോത്ര വഴിപാടിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ കൂടാൻ സ്നേഹിക്കുന്ന ഞങ്ങളെ മാറ്റപ്പെട്ട നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥനാമത്തിൽ നാമത്തിന് മഹത്വം. സംഭവമായ ലോകത്തിൽ 2025 ആണ്ടിന്റെ ദീർഘമായ 11 മാസവും അല്പമായ കഷ്ടങ്ങള് ശോധനകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നെങ്കിലും മരണത്തിനായി ഏൽപ്പിക്കാതെ അവരോടങ്ങളായി ഞങ്ങൾക്കുള്ളതിനെ സൂക്ഷിച്ച് 12ാം മാസവും കാണുവാൻ തന്ന ബലത്തിന് വിടുതലിന്റെ ആശ്വാസനായിട്ട് സ്തോത്രം. ഞങ്ങളോട് ആരാധിക്കേണ്ടുന്നവർ നാട്ടിൽ കടന്നുപോയിരിക്കുന്നവരെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് അവർ വൃത്തിയാശയോടെ കടന്നു വരട്ടെ. കടന്നു വരാൻ കഴിയാതിരുന്ന് ഞങ്ങൾ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. കടന്നു വന്നവരെ വചനത്തിൽ കൂടെ ബലപ്പെടുത്തിയതിന് വചനം ഘോഷിച്ച പ്രിയപ്പെട്ടവരെ ബലങ്ങളൊന്ന് പ്രയോഗിക്കണമേ. സമാധാനത്തിന്റെ ദൈവത്തോട് ചേർന്ന് ഞങ്ങളൊരു വല്ലാത്ത കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുന്നെങ്കിലും ഭയപ്പെടേണ്ട. ആത്മാവിനെ അനുസരിച്ച് ആത്മാവിന്റെ പ്രവർത്തിക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രത്യാശയോടെ ഓടുവാൻ ഒരുപാട് ധ്വാനിപ്പാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ഇന്ന് സന്ധ്യയുടെ യാമത്തിലെടുത്ത സ്തോത്രം വഴിപാടിനായിട്ട് സ്തോത്രം. ഇതിലേക്ക് കരങ്ങളെ നീട്ടിയവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇതൊക്കെയും അറിയിക്കുന്ന സ്ഥാനത്തെത്തേണ്ട സമയത്തെത്തി അവരൊക്കെയും ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാക്കണമേ. ഇപ്പോൾ ഞങ്ങൾ പിരിയാത്ത സ്ഥാനത്തിൽ കൂടെ ഇരിക്കുകയും തുടർന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ ഞങ്ങളെ ഏവരെയുള്ളവങ്ങളായി വിധിക്കപ്പെട്ട ജനങ്ങളിൽ സൂക്ഷിക്കണമെന്ന് ജീവൻ വെച്ച് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും കാവലും നാം എല്ലാവരുടെ മേലും പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലും ഭൂലോകമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇന്ന് മുതൽ എന്നേക്കും ക്രിസ്തുവിന്റെ മേലും പ്രത്യക്ഷത വരെ ഇരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഈ രാത്രിയുടെ യാമത്തിലും നമുക്ക് ജന്മം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശുവെ വരണമേ. അറിയിപ്പോൾ കർത്താവിന്റെ ദാസൻ അറിയിക്കും. അറിയിപ്പില്ല ദയവായി ശ്രദ്ധിക്കുക. പുതിയ മാസം ആരംഭിക്കുന്ന ആഴ്ചയായതുകൊണ്ട് 3 ദിവസ ഉപവാസ പ്രാർത്ഥനകൾ വെള്ളി, ശനി, ഞായറുണ്ടെന്ന് ഓർപ്പിക്കുന്നു. സമയം സ്ക്രീനിലുണ്ട്. ചേരുവാൻ ആഗ്രഹിക്കുന്നവർ ചേർന്ന് പ്രാർത്ഥിക്കാൻ ഫോൺലൈൻ വഴിയായിട്ടും ചേരാം. സാറ്റർഡേ രാവിലെ നഗരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. അതുപോലെ ശനിയാഴ്ച ഈവനിങ് 6-7 വരെ ബൈബിൾ സ്റ്റഡി ഉണ്ട്. സൺഡേ ഞായറാഴ്ച ആരാധന കർത്താവിന്റെ മേശ രാവിലെ ഉണ്ടായിരിക്കുന്നതാണ്. മറ്റെങ്ങും പോകുന്നതിൽ ഓൾവേസ് യു വെൽക്കം. സൺഡേ ഈവനിങ് മിഷൻ ഫ്രീ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് വർഷിപ്പ് സർവീസ് 5 to 6 വരെ 1 hour സർവീസ് ഉണ്ട്. കടന്നു കഴിയുമ്പോൾ കടന്നു വരാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുക, അതുപോലെ റീച്ച് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. മറ്റ് പ്രാർത്ഥനകളില്ലാത്ത ദിവസങ്ങൾ വൈകുന്നേരങ്ങളിൽ സമയമുള്ളപ്പോൾ 9 മണിക്ക് സ്വന്തം ഓൾവേസ് ചേരുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹമുള്ളവര് വിളിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ചേർന്ന് ബൈബിള് ചിന്തിപ്പാനിടയായിട്ടില്ല. ചൊവ്വാഴ്ച അതുപോലെ പ്രാർത്ഥന നമുക്ക് അടുത്ത ആഴ്ച ഉണ്ടായിരിക്കുന്നതാണ്.
അവൻ രാത്രി ലേറ്റ് ആകുന്നതുകൊണ്ട് നേരത്തെ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 7 മണിക്ക് തുടങ്ങുന്നതിന് സന്തോഷമുള്ളൂ പറയാം. പക്ഷെ ജോലി 5:30 വരെ ചെയ്യുന്ന അനേകരുണ്ട്, അവരെയും ഓർക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 3 പേരെ കുറിച്ച് ഇവിടെ ഓർപ്പിക്കാൻ ആഗ്രഹമുണ്ട്. ആരും അറിഞ്ഞില്ലെന്നാ വിചാരിച്ചത്. അതില് ഈ 3 പേര് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? അവൻ ആദ്യത്തെ പുള്ളി അവൻ 70 വയസ്സ് ഈ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കി. അവൻ കരമടിച്ച് കർത്താവിനെ ശ്രദ്ധിച്ചാട്ടെ. ഒരു മനുഷ്യന്റെ ആയുസ് 70, ഏറെയായ 80. ഒരു പൂർണ്ണ ആയുസ് ഇതുവരെ കർത്താവ് കൊടുത്തു. ഇനിയും ബോണസ് ആയുസ് കൊടുത്ത് കർത്താവിനോട് ചോദിക്കാൻ ഇടയാകട്ടെ. നമ്മളൊരു പുള്ളി നാട്ടിൽ പോയി ഒളിച്ചിരിക്കുക, ആരും അറിഞ്ഞില്ല വിചാരിച്ച് അവൻ സ്വന്തം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു നവംബർ 30-ാം തീയതി. അതുപോലെ വേറെ ആൾ ഇവിടെ ഇരിപ്പുണ്ട്, റിജിന്റെയും അവൻ സ്വന്തം ബർത്ത്ഡേ ആയിരുന്നു. അവൻ നവംബർ 25 കഴിഞ്ഞ ആഴ്ച വരുമെന്ന് വിചാരിച്ചു, കണ്ടില്ല. 25th നമുക്ക് ഈ 3 പേർക്ക് വേണ്ടി ഒരു വാക്ക് അവൻ ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ദിവസത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മാത്യു സാർ ഈ 3 പേർക്ക് വേണ്ടി ഒരു വാക്ക് ശബ്ദം. ഞങ്ങൾക്ക് ഓരോ വർഷവും നീ ഞങ്ങൾക്ക് ദാനമാണല്ലോ. ഞങ്ങൾ ഓരോ വർഷവും ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഞങ്ങൾ അവരോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളുടെ കർത്താവേ, അടുത്ത ഒരു വർഷം എല്ലാവരും ഈ 3 പേർക്കും അനുഗ്രഹത്തിന്റെയും സമാധാനത്തിന്റെ ആനന്ദത്തിന്റെ ദൈവത്തിന്റെ ആത്മശക്തിയാൽ നടത്തപ്പെടുന്ന അവരുടെ കുടുംബങ്ങളെ പണിയണം, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ കൊച്ചുമക്കളെ സമർപ്പിച്ച് അനുഗ്രഹിക്കുന്നു. എല്ലാവർക്കും ആശ്വാസദായകനായി സമാധാനദായകനായി കൂടെ അടുത്ത ഒരു വർഷം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് പറയുവാൻ കർത്താവ് മുഖാന്തരമായി അവരെ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ, സാന്നിധ്യം കൂടെ ഇരിക്കണേ യേശുവേ. കർത്താവിടെയാക്കണേ, ചൊവ്വാഴ്ച യാത്രയാക്കണേ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ഞങ്ങളുടെ അവൻ പ്രത്യേകിച്ച് നമുക്ക് അവൻ സ്വന്തം ചെയ്യുന്നു. പ്രിയ ബാബുങ്ങളും ദേശീയാന്റിയും ബാബുങ്ങളുടെ 70ാമത്തെ പത്തിലുള്ള ബന്ധത്തിൽ നമുക്ക് വേണ്ടി ലഘു സ്നാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ ഇപ്പോൾ അവൻ നമുക്ക് വേണ്ടി റൂബൻ പ്രാർത്ഥിക്കും. എല്ലാവരും അത് പങ്കെടുത്തിട്ടേ പോകാമെന്ന് ഓർപ്പിക്കുന്നു. അവർ റൂബൻ പ്രാർത്ഥിച്ചു. Thank you, Jesus. Thank you for being with us. Be with us and protect us, O Lord. Bless the people. Bless everyone who's not here, O Lord. Be with them and protect them, O Lord. Bless everyone who has Yes, Lord, yes. birthdays, O Lord. Be with them Yes, and Lord. protect them, O Lord. Yes. Thank you for letting us hear the Lord. Thank you, Jesus. Bless the food that we're going to eat tonight. Thank you, Jesus. In the name of Jesus, we pray. Amen. 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 മാനവത കർത്താവേഗം വരുന്നു ദൈവമേ.